ഞങ്ങളെ സൂക്ഷിച്ചുവായിരുന്ന സ്ഥാനങ്ങൾ പരിപാലിച്ചു. രോഗങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങളിൽ നിന്ന് മരണത്തിന്റെ താടുകളിൽ നിന്നൊക്കെ ദൈവം ഞങ്ങളെ വിടുവിച്ച് ആരോഗ്യത്തോടെ, ബലത്തോടെ, കർത്താവെ സന്തോഷത്തോടെ, ഹല്ലേലൂയ, ഞങ്ങൾ ആർക്കും ഒരു ഛേദം വരാതെ രാത്രികാലം കർത്താവെ സന്തോഷത്തോടെ കടന്നു വന്ന് ആരാധിക്കുവാൻ സ്വർഗ്ഗം ഒരുക്കിയ നല്ല കൃപകൾക്കായി കർത്താവെ രാത്രി ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. സകല മാതവും കർത്താവെ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവെ അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ ദാനമാണ്, എല്ലാത്തിനുമായി ഞങ്ങളെ സ്തുതിക്കുന്നു. രാത്രികാലം കർത്താവെ ഞങ്ങളുടെ ആരാധന അനുഗ്രഹിക്കണമേ. ഇപ്പോഴും ഏറ്റവും നിഗ്രഹമാക്കി തീർക്കണം. ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ മധ്യേ പകരേണ്ട ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല ഗാനങ്ങൾ പാടുവാൻ സഹായിക്കണം. നല്ല സങ്കീർത്തനങ്ങളെ കേൾപ്പിക്കണമേ. നല്ല വചനങ്ങളെ കേൾപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ കർത്താവേ. എല്ലാ ദൈവനാമോന്നതനായി തീരണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവേറ്റുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷിതമായി ചെയ്തെടുക്കുവാൻ സഹായിക്കണം. എല്ലാ കർത്താവ് മുഖാന്തരങ്ങളെ നിയന്ത്രിക്കണമേ കർത്താവെ. ശബ്ദം വിളിച്ചു എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങളുടെ കർത്താവ് രാത്രി കാലത്ത് കൂടി നിന്ന് കടന്നു വരാൻ സാധിക്കാതെ ആരെങ്കിലും ഭവനങ്ങളായിരിക്കുന്നുവെങ്കിൽ, രോഗങ്ങളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ രാത്രി ഞങ്ങളുടെ ആരാധിക്കുമ്പോൾ കർത്താവെ അവരുടെ വചനത്തിന്റെ കർത്താവെ രാത്രി അവരുടെ ജീവിതത്തിന് സൗഖ്യമാക്കേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യാത്രകളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണമേ. അവരുടെ ശ്രദ്ധയിൽ എല്ലാ വിഷയങ്ങളെയും തിരുക്കരം ഏൽപ്പിക്കുന്നു. ദൂതന്മാരാൽ ആവശ്യമുള്ള സകലമാതവും ബോധവും നേടിട്ടും സകലങ്ങൾക്ക് വേണ്ടി വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ വിശുദ്ധ കരങ്ങളിൽ ഉയർത്തിക്കത്താണ്. നല്ല ഹല്ലേലൂയ സ്തുതിക്കാം. സ്തോത്രം. ദൈവം ഇങ്ങനെ ചിട്ടയോടെ ഇരിക്കുന്ന കാണാൻ ഒത്തിരി സന്തോഷം. ഇനി ഗ്യാപ്പുകളുണ്ട്, നിങ്ങൾ അത് ഫില്ല് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ചേർപ്പുകളെല്ലാം പുറത്തു വെച്ചിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതുപോലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് സൈലന്റ് ചെയ്ത് വെക്കണം. ദൈവനാമത്തിൽ ഓർമ്മിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രിയ സഹോദരന്മാരോട് ചേർന്ന് നമുക്ക് പാട്ടുകൾ പാടി കർത്താവെ നമുക്ക് സ്തോത്രം ചെയ്യാം.
ഒന്നും കാണുന്നില്ല. Yeah.
Lord. Hallelujah. നമുക്ക് നിൽക്കുന്ന നിൽപ്പിൽ തന്നെ സങ്കീർത്തനം വായിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 131 സങ്കീർത്തനം, 3 വാക്യങ്ങൾ മാത്രമുള്ള സങ്കീർത്തനം ഒരു ശബ്ദത്തോടെ ചേർന്ന് വായിച്ച ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. Psalms 131. ദൈവമക്കളെല്ലാം ദൈവവചനം തുറന്ന് നാമേ സ്തോത്രം. ദൈവവചനത്തിന്റെ വാക്യങ്ങൾ ചേർന്ന് ഒരു ശബ്ദത്തോടെ വായിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ വാക്യം പ്രതിവാക്യമായിട്ടല്ല, നമ്മൾ ഈ 3 വാക്യങ്ങൾ നമ്മൾ ചേർന്നായിരിക്കും വായിക്കുന്നത്. Praise the Lord. Hallelujah. എല്ലാവരും എടുത്ത് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വായിക്കാം. യഹോവേ എന്റെ ഹൃദയം, ചേർന്ന് വായിക്കണം. യഹോവേ എന്റെ ഹൃദയം നിർമ്മിച്ചിരിക്കുന്നില്ല, ഞാൻ എന്റെ പ്രാണനെ ആലോചിച്ച് ഇസ്രായേലേ ഇതുപോലെ യഹോവയെ പ്രത്യാശി. നമുക്ക് 3-ാം വാക്യം ഒരു പ്രാവശ്യം ചേർന്ന് വായിക്കാം. ഇസ്രായേലേ ഇന്നു മുതൽ. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ കരങ്ങളിൽ കർത്താവിനെ വീണ്ടും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ പേര് നിങ്ങൾ അറിയുവാണെങ്കിൽ അവസാനത്തെ വാക്ക് ആ ഇസ്രായേൽ എന്ന് മാറ്റി ആ വ്യക്തിയുടെ പേരിട്ട് അവൻ ആ വ്യക്തിയോട് പറ, അവൻ സഹോദര സഹോദരി, ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. അവൻ പറഞ്ഞ വേഗത്തിൽ വേഗത്തിൽ. ഹല്ലേലൂയ. അവൻ പുറകിലിരിക്കുന്ന സഹോദരിമാർ എല്ലാവരും ചേർന്ന് അവൻ ഈ വാക്യങ്ങൾ പറഞ്ഞ് ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. അന്യഭാഷ ലഭിച്ച പ്രിയപ്പെട്ടവര് അന്യഭാഷകൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തേ. അനുഗ്രഹ പാട്ടുകൾ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമുക്ക് യഹോവയിൽ നമുക്ക് പ്രത്യാശ വെക്കാം. അവൻ ലോകത്തിലുള്ള വ്യക്തിയല്ല, ലോകത്തിലുള്ള മനുഷ്യരിലല്ല, ലോകത്തിലുള്ള വസ്തുവിലല്ല, ലോകത്തിലുള്ള ഒരു കാര്യത്തിലുമല്ല. ഞാൻ എന്റെ പ്രത്യാശ ഞാൻ യഹോവയിൽ വെക്കും. ഓ റബ ശതുരവരവരവരവ റീബ ശതുരവരവരവ. കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം നമ്മെ തന്ന ഈ സങ്കീർത്തനമായ സ്തോത്രം 3 വാക്യങ്ങൾ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ അധികമായി ചിന്ത എടുക്കാതെ വേണം, അധികമായി ടെൻഷൻ എടുക്കാതെ വേണം, സകലം ദൈവത്തിലേക്ക് അർപ്പിക്കുവാനുള്ള വലിയ കൃപ ദൈവം ഞങ്ങൾ നൽകി തരണമേ കർത്താവേ. ആരും ഞങ്ങളുടെ മനസ്സിനെ താലോലിച്ച് അത് ശാന്തമാക്കുവാനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവിനാൽ ദൈവം ഞങ്ങൾ നൽകി തരണമേ കർത്താവേ. ജഡത്തിന്റെ ചിന്തകൾ വരുമ്പോൾ, ജഡത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ അതിന്മേൽ ജയമെടുക്കുവാൻ ആത്മാവിനാൽ ദൈവം ഞങ്ങൾ നിറയ്ക്കണം. സഹായിച്ചനായി സ്തോത്രം. സംസാരിക്കാൻ പോകുന്നതിനായി യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. വേഗത്തിൽ ദിവസം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ തന്ന ഭൗതികമായ നന്മകൾ ഈ സമയത്ത് നമുക്ക് അർപ്പിക്കാം. അതിനുശേഷം ഈ പ്രാർത്ഥന വിഷയങ്ങൾ ദൈവത്തിന്റെ സ്ഥലം നമ്മൾ ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പലരും പ്രിയപ്പെട്ടവർ യാത്രകൾ ചെയ്തു, പലരും പ്രിയപ്പെട്ട നാട്ടിലേക്ക് കടന്നുപോയിരിക്കുന്നു. ആമേൻ സ്തോത്രം. ഇന്നും വന്ന ചില കുടുംബങ്ങൾ ഇന്ന് വരുവാൻ സാധിച്ചിട്ടില്ല, ഡ്യൂട്ടി കാരണം വന്നിട്ടില്ല. ഇവരും നാട്ടിലേക്ക് അടുത്ത ദിവസം കടന്നു പോകുന്നു. ദൈവമക്കൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ആമേൻ. ദൈവത്തിന്റെ സഹായം വെളിപ്പെടട്ടെ. ആമേൻ സ്തോത്രം. നമുക്കറിയാം കേരളത്തിലെ കാലാവസ്ഥയുടെ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് അറിയാം. അത് നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാൻ നമ്മുടെ യാത്രയിലെല്ലാം ദൈവത്തിന്റെ സ്ഥാനത്തിൽ വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ചേർന്ന് ആമേൻ സ്തോത്രം ഓഫറിംഗ് എടുക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു. കുഞ്ഞുങ്ങൾ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ
കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇതുവരെ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇതുവരെ. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടഗുണ പുഷ്ടിയ തകർന്നു പോകുന്നു. കൃപ 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 എന്ന് ആർക്കു ചൊല്ലാതെ പർവ്വതങ്ങൾ അങ്ങയുടെ സമഭൂമിയാകുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടഗുണ പുഷ്ടിയ തകർന്നു പോകുന്നു. കൃപ 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 എന്ന് ആർക്കു ചൊല്ലാതെ പർവ്വതങ്ങൾ അങ്ങയുടെ സമഭൂമിയാകുന്നു. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇതുവരെ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇതുവരെ. സ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, നിത്യനം ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. അസന്തോഷം നിറയുന്നുണ്ട് കർമ്മരംഗത്തിൽ, സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. സ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, നിത്യനം തന്നെ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. അസന്തോഷം നിറയുന്നുണ്ട് കർമ്മരംഗത്തിൽ, സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇതുവരെ. 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 മക്കളെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കുവാൻ, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സഹോദരിമാരെല്ലാം കൈകൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചേ. സഹോദരന്മാർ കൈകൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങൾ കൈകൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ഒന്നിച്ച് ഒരു ശബ്ദത്തോടെ ഐക്യതയോടെ ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ പർപ്പസ് വേണ്ടി നമ്മൾ ഐക്യതയോടെ നിന്നാൽ ആമേൻ, ദൈവം സ്വർഗ്ഗം ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാം ചേർന്ന് അല്പസമയം പ്രാർത്ഥിച്ച് ആരും ഹല്ലേലൂയ വെറുതെ കൈ കൊടുത്ത് മാത്രം ഇരിക്കുവാനല്ല ഞാൻ പറയുന്നത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ശബ്ദം ഉയരട്ടെ. മുമ്പിലത്തെ തുടങ്ങി അവസാന വരെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. യേശുവേ, ഞങ്ങളോട് മനസ്സറിയണം. നമ്മൾ പ്രത്യേകിച്ച് ദൈവമക്കൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കേരളത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആ ദേശത്തോട് ദൈവം മനസ്സറിയൂ, കാലാവസ്ഥയോട് ദൈവം മനസ്സറിയുവാൻ. സകലത്തിന്റെ കൺട്രോൾ ദൈവത്തിന്റെ കയ്യില. നമ്മളത് പൂർണ്ണമായി വിശ്വസിക്കുന്നവരാ, നമ്മളത് ഏറ്റുപറയുന്നവരാ. നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്തെ ദൈവം സൗഖ്യമാക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
നമ്മളായിരിക്കുന്ന ഒമാനിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തെ നമുക്ക് അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവായിച്ച ദൈവദാസൻ പ്രിൻസ് പ്രൈസൺ പാസ്റ്ററായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ ആലോചന ദൈവം നമ്മളെ കേൾപ്പിക്കാൻ പോകുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ അടുത്ത ഓഫറിംഗ് ആയി നമുക്ക് സ്തോത്രം ചെയ്യാം. സഭയുടെ ഓരോ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. അടുത്ത ദിവസം നടക്കുന്ന കൂടിവരനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അത് ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ റോയികൾ ആമേൻ ഈ സമയത്ത് ചുരുക്കമായി ആമേൻ ശബ്ദമേർത്തി ശക്തമായി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ശേഷം ഈ മരുഭൂമിയിൽ ഞങ്ങളുടെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്ന ഈ സാവകാശത്തിനായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളെ അതിശയകരമായി മരുഭൂമിയിൽ പരിപാലിച്ചല്ലോ. ഈ വർഷത്തിന്റെ 5-ാം മാസത്തിന്റെ അവസാന വെള്ളിയാഴ്ചയിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. ചൂടേറിയ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ദൈവകൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരുന്നു സൂക്ഷിച്ചു പരിപാലിച്ചു. ഇവരെല്ലാം ബാലാരിച്ചു നിന്നും വിടുവിച്ചു. ഞങ്ങളുടെ ജോലി കാര്യങ്ങൾ യാത്രയിൽ കൂടെ സഹായിച്ചു. ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായി സ്തോത്രം. കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് സമയത്തിന്റെ പരിമിതി നിമിത്തം വിവിധ വിഷയങ്ങൾ ഭാരപ്പെടുന്നവരുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യുവാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അവർ വളരെ ഹൃദയത്തിലെ വേദനയോടെ കടന്നു വന്ന സഹോദരി സഹോദരന്മാരുണ്ട്, കുടുംബങ്ങളുണ്ട്. രാത്രികാലം അവരുടെ വിഷയം അറിയുന്ന സർവശക്തനായ ദൈവം അവരുടെ വിഷയത്തിൽ ഒരു ഉത്തരം നൽകണമേ. അവർ കടന്നു വന്ന പോലല്ല, ഒരു വിടുതൽ പ്രാപിച്ചു മടങ്ങിപ്പോകേണ്ടതിന് സ്വർഗത്തിലെ ദൈവം വരെ സഹായിക്കണമേ കർത്താവേ. ഞാൻ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രയെ ദൈവം സൂക്ഷിക്കണമേ കർത്താവേ. സ്തോത്രം കർത്താവേ. സ്തോത്രം ഞങ്ങളുടെ സഭയുടെ സ്തോത്രം ഐക്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവഹിതമല്ലാത്ത എല്ലാ ജനശക്തികളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കെല്ലാം അറിയിച്ച് ദൈവസഭയ്ക്ക് വിരുദ്ധമായി ദൈവദാസന് ദൈവിക കൂട്ടായ്മയ്ക്ക് ആത്മാവിന്റെ പരിവർത്തനത്തിന് വിരുദ്ധമായി ഉയരുന്ന എല്ലാ ശക്തികളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ജയമെടുക്കുന്ന ഐക്യത്തോടെ നിൽപ്പാൻ കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുന്ന കർത്താവേ, കടന്നു വന്ന ദൈവദാസനെ ഓർത്ത് സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവന്മാരെയും ഓർത്ത് സ്തോത്രം. പ്രിയ പ്രിൻസ് പാസ്റ്ററിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ ദാസൻ കടന്നു വന്നു. രാത്രികാലം ഞങ്ങളോടുള്ള അരളിപ്പാട് കർത്താവിന്റെ ദാസനെ കൂടെ അറിയിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമേ കർത്താവെ. ഓരോ ഹൃദയങ്ങളെ വിവേചിച്ച് സംസാരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണം. അത് ഏറ്റെടുക്കുന്നവരായി തീരുവാൻ, നല്ലൊരു ഹൃദയത്തോടെ നിൽക്കുവാൻ എല്ലാവരെയും സഹായിക്കണം കർത്താവെ. അങ്ങയുടെ തിരുമേശയും അത് ഭക്ഷിപ്പാൻ പാനം ചെയ്യുവാൻ ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞു തന്നെ ജീവിതത്തിലെ കുറവുകൾ ആ നിമിത്തം ആരെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ക്ഷമ പറഞ്ഞ് രാത്രികാലം തിരുമേശയോട് അടുത്തിരുവാൻ ദൈവാത്മാവ് ശക്തമായി ഇടപെടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ, ലീഡ് ചെയ്യുവാൻ നിന്റെ ദാസനെ അഭിഷേകത്തോട് എല്ലാ ശുശ്രൂഷയും ആദ്യം കർത്താവ് നിയന്ത്രിക്കണം. എല്ലാവരെയും എന്റെ ചിന്തകളെല്ലാം മാറിക്കൊണ്ട് പരിസരത്തെ എല്ലാം അങ്ങ് നിയന്ത്രിക്കും. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതായി കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ പ്രാർത്ഥനയോടെ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയുള്ള സമയങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നമുക്കായിരിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രിൻസ് പ്രൈസിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന് ഇൻട്രഡക്ഷൻ ഞാൻ ഇന്ന് അധികം കൊടുക്കുവാൻ ഞാൻ സമയം എടുക്കുന്നില്ല. പ്രിയ പാപ്പച്ചനെ മറുപടി അവിടെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ടാബർനാക്കിൾ പെന്തക്കോസ്റ്റൽ ചർച്ച് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സഭ ലീഡ് പാസ്റ്ററായി സേവനം ചെയ്യുന്ന പ്രിയ ദൈവദാസനായി സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സൂം മീറ്റിംഗിൽ കടന്നു വന്നിട്ടുണ്ട്. ഫിസിക്കലായി സ്തോത്രം. പ്രിയ ദൈവദാസനെ കാണുന്നത് പ്രിയ സ്തോത്രം ബ്രദറിന്റെ കല്യാണത്തിൽ വെച്ച് കാണുന്നത് ദൈവം തരുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഇന്ന് പകൽ സമയം ദേവദാസൻ വന്നു. ഇന്ന് സഭയത്തിന് ശേഷം ദേവദാസൻ മടങ്ങി പോകുന്നു. ട്രാൻസ്ലേറ്റ് ആയിപ്പം ഈ രാജ്യത്തിൽ വന്ന ആ നിമിഷങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് കരങ്ങളടിച്ച പ്രിയ ദൈവദാസനെ നമുക്ക് മുമ്പിലോട്ട് സ്വാഗതം ചെയ്യാം. ദൈവത്തിന്റെ ആലോചന ഒന്ന് മറച്ചു വെക്കാമെന്ന് സ്തോത്രം സ്ഥാപിക്കുവാൻ ദൈവം വിചാരിക്കുന്നു. കരങ്ങളുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല സന്ധ്യ വേളയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതനായ ദൈവദാസൻ, ദൈവമക്കൾ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ
സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ വിശുദ്ധാരാധനയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഒരു പദവിയായി, മാന്യതയായി കർത്താവ് ഒരുക്കിയ ഒരു അവസരമായി കാണുന്നു. ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുന്നു. വിശേഷാൽ ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ ഫാസ്റ്റർ ബിനോയ് അവர்கள் തന്നെ കുടുംബം, അപ്പോൾ തന്നെ പ്രിയ മാതാവ്, പ്രിയ ആന്റി, ഞാൻ വളരെയേറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ പാപ്പച്ചനങ്ങൾ കുടുംബം, അവരെ അറിയുവാൻ സാഹചര്യമായി തീർന്നത് നിങ്ങളെവർ പറയുന്നത് പോലെ പ്രിയ പൈതൽ പ്രൈസാണ്. ചില വർഷങ്ങളായി ഞങ്ങളോടൊപ്പം UK വെയിൽസിൽ താൻ ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ ഗ്രീറ്റിംഗ്സ് കൂടെ ഈ സമയം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിശ്ചയമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു സഹോദരൻ ജിതിന്റെ മമ്മി ഇവിടെ ആരാധനയിലുണ്ട്. ജിജി എന്നുള്ള ഒരു ആന്റി ഈ ആരാധനയ്ക്ക് ശേഷം കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ മാതൃസഭയിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ച പ്രിയ മനോജൻ ഇന്ന് പകൽ ഇവിടെ ആരാധനയിലുണ്ട്. അദ്ദേഹം മൊബൈൽ കർത്താവിനെ ആരാധിക്കുന്നതിനോടൊപ്പം ആരാധിക്കുവാൻ വേണ്ടി ഇന്ന് രാത്രിയിൽ കടന്നു വന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മറ്റെല്ലാവരെയും ഓർത്ത് കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. മുഖതാവിൽ നേരിട്ട് നിങ്ങളെ പലരെയും അറിയില്ല എങ്കിലും പല സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ ഓർത്ത് വിശേഷാൽ സ്തോത്രം ചെയ്യുന്നു. തന്നെ ദൈവം ഈ പട്ടണത്തിൽ ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. വെയിൽസിലുള്ള കാർഡിഫിലും സ്വാൻസിയിലുമുള്ള ടാബർനാക്കിൾ പെന്തക്കോസ്ത് ദൈവസഭകളുടെ കർത്തദാസന്മാരുടെ അവിടെയുള്ള കുടുംബങ്ങളുടെ എല്ലാവിധ ഗ്രീറ്റിംഗ്സും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ അറിയിക്കുന്നു. കർത്താദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു 3 ദിവസം നാട്ടിൽ അത്യാവശ്യമായ ചില കാര്യങ്ങളൊക്കെ കടന്നുപോയി. തിരിച്ച് പോകുന്ന വഴിയിൽ ഒരു ഫ്യൂ അവേഴ്സ് മസ്കറ്റിൽ ഇറങ്ങി. അതുകൊണ്ടാണ് ഇന്ന് രാത്രി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. ഇന്ന് വെളുപ്പിനെ 1:45 ഞാൻ തിരിച്ച് UK മടങ്ങിപ്പോകും. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്കും ഇവിടെ ആയിരിക്കുന്നത് എനിക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ വേഗത്തിൽ സമയത്തിന്റെ പരിമിതികൾ നിമിത്തം ദൈവത്തിന്റെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. എന്റെ ഹൃദയത്തോടേറെ അടുത്തു നിൽക്കുന്ന പ്രസംഗവേദികളിൽ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മീക ദൂതാണ് ഈ പകൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങൾ പ്രാരംഭത്തിൽ വായിക്കാം. Gospel according to John chapter 7 verse 37 and 38. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അടുത്തത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. മതി, ഒരു നിമിഷം കണ്ണുകൾ ദൈവം അടച്ചാട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചാട്ടെ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ ഒരു പ്രാവശ്യം കൂടെ ഓർത്ത് കർത്താവിന് മഹത്വം കരയറ്റിയാട്ടെ. സുഖപിതാവേ, ദൈവപാദപീഠത്തിലേക്ക് ഞങ്ങൾ ഇന്ന് പകൽ ഒരിക്കൽ കൂടെ കടന്നു വരികയോ വിശുദ്ധാരാധനയെ ദൈവം എത്രത്തോളം ആദരിച്ചു. അവിടുത്തെ വചനം വായിപ്പാൻ കർത്താവ് കൃപ നൽകി. പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് തിരുവചനം ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ അവിടുത്തെ ആത്മാവ് ഞങ്ങൾക്കതിനെ വിഭാഗിച്ചു നൽകണമേ. ഹൃദയങ്ങൾ വിടുതലായി ആത്മാവിന്റെ ചലനങ്ങളാക്കി പരിശുദ്ധാത്മാവി ശുശ്രൂഷകളെ തീർക്കേണ്ടതിന് അങ്ങയോട് പ്രാർത്ഥിക്കും. ഈ ഹാളിൽ ഓൺലൈനായിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ നിലനിൽക്കുന്ന ഒരു ചലനത്തെ കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകൽ കൈമാറണമേ. അടിയനെ ഒരിക്കൽ കൂടെ വിനയപ്പെടുത്തുന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ മാധ്യമങ്ങൾക്കായി സ്തോത്രം. എല്ലാം പരിശുദ്ധാത്മ നിയന്ത്രണത്തിലായി തീരേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. നാവോട് കൂടെ ഇരിക്കും, കൃപയിൽ പൊതിയും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കരങ്ങളിൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനയോടെ തുറന്നുള്ള സമയം ദൈവത്തിന്റെ ചിന്തകൾക്ക് മുൻപാകെ ആയിരിക്കാൻ കർത്താവിന് താല്പര്യപ്പെടുകയാണ്. സമയം കർത്താവിന്റെ ദാസൻ എനിക്ക് നൽകിയിട്ടുള്ളതിനുള്ളിൽ തന്നെ എനിക്ക് ഇരിക്കേണ്ടതായിട്ടുണ്ട്. തിരുമേശം നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ ഈ ചിന്തകൾ കൂടെ കടന്നുപോയി ഒരുമിച്ച് പ്രാർത്ഥിപ്പാനാണ് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം മറ്റ് സമാന്തര സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യേശു കർത്താവിന്റെ ദൈവപുത്രൻ എന്ന തലം വളരെ മനോഹരമായി പ്രതിദാനം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ ഗ്രന്ഥം. പുതിയ നിയമസഭയ്ക്ക് തിരുവചനത്തിന് അനുഗ്രഹീതമായ 5 ഗ്രന്ഥങ്ങൾ. അത് യോഹന്നാന്റെ സുവിശേഷം, 3 ലേഖനങ്ങൾ, വെളിപ്പാട്, അങ്ങനെ 5 പുസ്തകങ്ങൾ വളരെ മനോഹരമായി യേശുവിന്റെ മാറോട് ചാറിക്കിടന്നുകൊണ്ട് സ്നേഹനിധിയായ കർത്താവിന്റെ സ്നേഹത്തെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് പറയുവാൻ കൊള്ളുന്ന അനുഗ്രഹീതനായ ഒരു ദൈവപുരുഷൻ. ഒരു ഇന്നർ സർക്കിൾ, ഒരു ക്ലോസ്ഡ് ഇന്നർ സർക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ജോൺ ദി അപ്പോസ്റ്റലിനെ തന്നെ പറയണം. അപ്പോസ്തലനായ യോഹന്നാൻ അങ്ങനെ തന്നെയായിരുന്നു. യേശുവിന്റെ ക്രൂശീകരണം സ്തോത്രം തന്റെ കണ്ണാലെ കണ്ട് അടുത്തു നിന്ന് സ്തോത്രം ആ ഒരു ട്രാൻസ്ഫർ
സ്വന്തം മാതാവിനെ ഏറ്റെടുക്കേണ്ടി വന്ന അങ്ങനെ ഒരു ആത്മീക ബന്ധത്തിന് ഉടമയായി തീർന്ന അനുഗ്രഹീതനായ ദൈവഭക്തനാണ് യോഹന്നാൻ. ഞാൻ ഇനി 7-ാം അധ്യായത്തിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇങ്ങനെയാണ് നാം ആ വാക്യം വായിച്ചത്. 37-38 വാക്യങ്ങൾ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പ്രകാരം ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഈ പ്രസംഗം, ഈ വാക്കുകൾ യേശു കർത്താവിന്റെ ആത്മീയ ജീവിതത്തിൽ അഥവാ ശുശ്രൂഷ തലങ്ങളിൽ കാതലായ ഒരു ഭാഗമാണ്. ഞാനൊന്ന് വിശദീകരിച്ച് നിങ്ങളുടെ മുൻപിൽ ഒന്ന് കൊണ്ടുവരികയാണ്. സ്തോത്രം. 37-ാം വാക്യത്തിന്റെ ആദ്യ തലം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ. യെരൂശലേമിന്റെ പശ്ചാത്തലം പഠിച്ചാൽ യഹൂദന്മാരെ സംബന്ധിച്ച് വിവിധ പെരുന്നാളുകളുണ്ട്. സ്തോത്രം. ലേവ്യ പുസ്തകം, ആവർത്തന പുസ്തകം, പുറപ്പാടിന്റെ ചിന്തകളൊക്കെ ചേർത്ത് വെച്ചാൽ പെരുന്നാളിന്റെ പല തലങ്ങൾ കാണാൻ കഴിയും. പ്രധാനപ്പെട്ട 7 പെരുന്നാളുകളുണ്ട്. ഒന്നാമത്തെ പെരുന്നാൾ പാസ്ഓവർ ആണ്, പെസഹ പെരുന്നാളാണ്. അത് പുറപ്പാട് പുസ്തകം 12 പരിശോധിക്കണം. സമയഭയം കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അടുത്തത് ഫീസ്റ്റ് ഓഫ് അൺലെവൻഡ് ബ്രെഡ് ആണ്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. 3 ആദ്യഫലക്കറ്റ പെരുന്നാളാണ്. സ്തോത്രം. ഫസ്റ്റ് ഫ്രൂട്ടിന്റെ പെരുന്നാൾ. 4 ഫീസ്റ്റ് ഓഫ് വീക്ക്, വാരഫല പെരുന്നാൾ. 5 ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്, കാഹളത്തൊലി പെരുന്നാൾ. 6 ഡേ ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ദിന പെരുന്നാൾ. ഏറ്റവും ഒടുവിലായി ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ അഥവാ കൂടാര പെരുന്നാൾ. അങ്ങനെ 7 വിധ പെരുന്നാളുകൾ. സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ ഈ ഭാഗങ്ങൾ വളരെ സുപരിചിതമാണ്. ഞാൻ പറഞ്ഞു, പുറപ്പാട് പുസ്തകം 12, ലേവ്യ പുസ്തകം 23 അതിയായ ഭാഗങ്ങളിൽ ഈ പെരുന്നാളുകളെ കുറിച്ചുള്ള വളരെ വിശാലമായ പഠനം നമുക്ക് കാണുവാൻ കഴിയും. ഓരോ പെരുന്നാളിനും അതതിന്റെ മാസങ്ങളുണ്ട്, അതതിന്റെ ക്രമീകരണങ്ങളുണ്ട്, അതതിന്റെ രീതികളുണ്ട്. എല്ലാം ഒരുപോലെ ചെയ്യാൻ കഴിയുന്നതല്ല. സ്തോത്രം. ഈ 7-ാം അധ്യായം 37-38 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതിന്റെ തുടക്ക ഭാഗം ഇങ്ങനെയാണ്: ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ. ചരിത്രഭാഗങ്ങൾ പരിശോധിച്ചാൽ, കാലഘട്ടത്തെ നന്നായി വിചിന്തനം ചെയ്താൽ ഈ പെരുന്നാൾ മറ്റൊന്നുമല്ല. സ്തോത്രം. അത് ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ ആണ്, കൂടാര പെരുന്നാളാണ്. നാം ഇനി ആ ഭാഗത്തോട് ചേർത്താണ് ഈ ചിന്തകളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു 7 വിധ പെരുന്നാൾ. ആ പെരുന്നാളുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. നാം ഒക്കെ വെള്ളിയാഴ്ചകളിൽ ഈ ആലയത്തിലേക്ക് കൊതിയോടെ 7 മണി മുതൽ 9 വരെയുള്ള സമയങ്ങൾ ശുഭ്രവസ്ത്രധാരികളായി ഓടി വരുന്നത് പോലെ തിരക്കുകളുടെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ആണ്ടിലൊരിക്കലോ അതിനുവേണ്ടി അലോട്ട് ചെയ്യപ്പെട്ട സമയങ്ങളിൽ ഒരുമിച്ച് കൂടി വരുന്ന ദൈവമക്കൾ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി അല്ല. പണ്ട് കാലങ്ങളിൽ അവർ പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവം അവർക്ക് ആചരിക്കുവാൻ വേണ്ടി കൊടുത്ത പെരുന്നാൾ. They take full effort with full intention. എല്ലാവിധ ആരോഗ്യവും മനസ്സും സമയവും അവരുടെ സാഹചര്യങ്ങളും സ്പെൻഡ് ചെയ്ത് ചിലവിട്ട് അവർ ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാൾ. ഞാൻ അതിന്റെ തുടക്കത്തിൽ നിങ്ങളോടൊന്ന് പറഞ്ഞു പോകട്ടെ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ഊനമില്ലാത്തതായിരിക്കണം. ഈ ഊനമില്ലാത്തതെന്ന് പറയുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ എത്രയധികം ശബ്ദമുണ്ടോ അത്ര നന്നായിട്ട് പറയാം. കരകൾ തട്ടുമ്പോൾ എത്ര ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടോ അത്രയും ശക്തമായി ദൈവത്തിന് വേണ്ടി കരം തട്ടണം. ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെയാ പ്രിയമുള്ളവരെ? ഇന്ന് പകൽക്കാലം ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാരും സ്വന്തം മൗനമായി ഇരിക്കരുത്. കർത്താവിന്റെ നാമത്തെ ഉയർത്തണം. ഹല്ലേലൂയ. പൂർവ്വപിതാക്കന്മാരിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഇല്ലല്ലോ, അതിനപ്പുറത്ത് ഇന്നിന്റെ മധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠതകൾ എത്ര വലുതാ. ഓർക്കുമ്പോൾ എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയും? കർത്താവ് ചെയ്ത നന്മകൾ, കർത്താവ് ഒരുക്കുന്ന മാന്യതകൾ ഓർക്കുമ്പോൾ അവന്റെ നാമത്തെ എങ്ങനെ മഹത്വീകരിക്കാൻ കഴിയും? ഞാൻ പറഞ്ഞു 7 വിധ പെരുന്നാളുകളുണ്ട്. അതിലെ 7ാമത്തെ പെരുന്നാളായ കൂടാര പെരുന്നാളിന്റെ പിക്ചറാണ് 7-ാം അധ്യായം. 7-ാം അധ്യായം 3 തലത്തിൽ നാം ചിന്തിക്കണം. 3 തലത്തിൽ. അത് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കൂടാര പെരുന്നാളിന് മുമ്പ്, ബിഫോർ ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ. എന്റെ കൂടെ ഉണ്ടോ? ഞാനൊരു ചർച്ച് മാസ്റ്ററാണ്. ഒരേ സഭയിൽ 10 വർഷമായി ശുശ്രൂഷിക്കുന്നു. എനിക്ക് ജനത്തിന്റെ പൾസ് അറിയാൻ നല്ല വിടുക. നിങ്ങളുടെ പേരുകൾ എനിക്ക് അറിയത്തില്ലെങ്കിലും നിങ്ങളുടെ റെസ്പോൺസ് ഇല്ലെങ്കിൽ എനിക്ക് ശുശ്രൂഷിക്കാൻ പാടാം. 2, ഞാനിവിടെ ഗസ്റ്റ് സ്പീക്കറായിട്ട് വന്ന ഒരാളല്ല. മനസ്സിലായില്ല? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പേടിച്ചാൽ മതി. തന്ന ദൂത് എനിക്ക് വിളിച്ചു പറയണം. എനിക്ക് നിങ്ങളുടെ പ്രതികരണം വേണം. കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനാണ് ഈ തിരക്കിന്റെ മധ്യത്തിൽ ഒരു അല്പസമയം നിങ്ങളോടൊപ്പം ആരാധിപ്പാൻ വേണ്ടി കർത്താവിൽ ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെയെങ്കിൽ വേഗത്തിൽ എന്റെ കൂടെ വരണേ. സ്തോത്രം. കൂടാര പെരുന്നാളിന്റെ പശ്ചാത്തലം. സ്തോത്രം. 3 ഭാഗങ്ങളായി തിരിക്കണം. ഈ തിരുവനന്തപുരം പഠിക്കുമ്പോൾ കോണ്ടെക്സ്റ്റൽ ബേസിസിൽ പഠിച്ചാൽ
നന്നായി മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കൂടാര പെരുന്നാളിന് മുമ്പാണ് യേശു കർത്താവും ശിഷ്യന്മാരും നിൽക്കുന്ന പശ്ചാത്തലം. അത് 7-10 വായിച്ചാൽ മനസ്സിലാകും. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പോലെ പോയി. അപ്പൊ അത് കൂടാര പെരുന്നാളിന് മുമ്പ്. ഇനി സ്തോത്രം 11 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഡ്യൂറിംഗ് ദ ഫീസ്റ്റ് ആണ്. അതായത് യെരൂശലേമിൽ വലിയ പെരുന്നാൾ നടക്കുകയാണ്. ആ പെരുന്നാളിലേക്ക് വരും. വലിയ പെരുന്നാൾ നടന്ന വേളയിൽ നടന്ന സംഭവങ്ങൾ, അതാണ് 11 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. 16-17 വാക്യങ്ങൾ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേത്. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് സ്വയമായി പ്രസ്താവിക്കുന്നു എന്ന് അറിയും. അത് ഡ്യൂറിംഗ് ദ ഫീസ്റ്റ് ആണ്, പെരുന്നാൾ നടക്കുന്ന സമയം. നാം ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ആരാധനയ്ക്ക് മുമ്പ്, ആരാധന നടക്കുമ്പോൾ, ആരാധനയ്ക്ക് ശേഷം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ മുമ്പ് 1 മുതൽ 10 വരെ. 11 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഡ്യൂറിംഗ് ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ. ഇനി 37 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ആഫ്റ്റർ ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ, നാം വായിച്ച കുരുവാക്യം എവിടെ കൊള്ളിക്കാം? സ്തോത്രം. ആഫ്റ്റർ ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ, കൂടാര പെരുന്നാളിന് ശേഷം. അതായത് നാം ഇവിടെ ആശീർവാദം പറഞ്ഞ് പുറത്തു നിൽക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പറയുക, ദൈവമക്കളെ ശ്രദ്ധിക്കണേ, എനിക്കൊരു മെസ്സേജ് ഇവിടെ പറയാനുണ്ട്. നിങ്ങൾ എന്ത് ചിന്തിക്കും? പാസ്റ്റർ ബിനോയ്ക്ക് എന്തോ സാരമായ കുഴപ്പമുണ്ടെന്നല്ലേ? നിങ്ങൾ before the feast of tabernacle, during the feast of tabernacle, after the feast of tabernacle. എന്താ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞതിന് ശേഷം ഒരു ദൂതുമായി ഒരാൾ വന്നാൽ അർത്ഥം എന്താ? കാതലായ നിലനിൽക്കേണ്ടുന്ന ജനജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യേണ്ടുന്ന എന്തോ ഒരു ദൂതുണ്ടെന്നല്ലേ അർത്ഥം. ഇതാണ് അതിന്റെ പശ്ചാത്തലം. ഇനി ഇത് മനസ്സിലാക്കണമെങ്കിൽ അവിടെയാണ് നാം ഈ വാക്യം വായിച്ചത്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്. ഇനി അവിടെ പറയുന്നൊരു പദമുണ്ട്, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അടുത്തത് സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെയാണ് പദങ്ങൾ എഴുതി വെച്ചത്. എങ്കിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇനി ഈ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ വേണ്ടി യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 2 വട്ടമാണ് ജലത്തെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച്, വാട്ടറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വാക്യങ്ങൾ വേഗത്തിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. 4-ാം അധ്യായത്തിലേക്ക് നാം വന്നാൽ അവിടെ യേശു ശമരിയക്കാരി സ്ത്രീയും തമ്മിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക എൻകൗണ്ടർ ഉണ്ട്. ആ എൻകൗണ്ടറിന്റെ മധ്യത്തിൽ യേശു അവരോട് പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കത്തില്ല. സ്തോത്രം. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിന്ന് സ്തോത്രം നിത്യജീവങ്കലേക്കുള്ള പൊങ്ങി വരുന്ന നീരുറവായി തീരും. 4-ാം അധ്യായത്തിലെ വെള്ളം എന്താണെന്ന് അറിയാമോ? നിത്യജീവനാണ്. പക്ഷെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ജലം തിരുവെഴുത്ത് പറയുന്നത് പോലെ നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന അതിശക്തമായ ഒരു നീരുറവയാണ്. ആ നീരുറവ മറ്റൊന്നുമല്ല, എല്ലാവരും ചേർന്ന് എന്നോട് കൂടെ പറയണം, പരിശുദ്ധാത്മാവ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. ഇനി നാം ആ ചിന്തകളിലേക്ക് ഒന്ന് വരിക. അപ്പൊ 2 തലങ്ങളിലാണ്. ഒന്ന് 4-ാം അധ്യായത്തിൽ നിത്യജീവൻ, 2 സ്തോത്രം, ഹല്ലേലൂയ, 7-ാം അധ്യായത്തിൽ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ഇനി നാം ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. ശ്രദ്ധിച്ച് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. 7-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു 37 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ആഫ്റ്റർ ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ. അങ്ങനെയെങ്കിൽ ഡ്യൂറിംഗ് ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ, ഉത്സവ പെരുന്നാൾ, കൂടാര പെരുന്നാൾ അവിടെ സംഭവിക്കുമ്പോൾ എന്തൊക്കെയോ ക്രമീകരണങ്ങൾ ഉണ്ടാകണം. ഞാനിവിടെ വളരെ സസൂക്ഷ്മ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് സംഗമിക്കുന്ന സമയത്തിൽ ഒരു കൂട്ടം സഹോദരന്മാർ ചെയറുകൾ സെറ്റ് ചെയ്യുന്നു, മറ്റൊരു കൂട്ടർ കതിർമേശ ഒരുക്കുന്നു, ഒരു കൂട്ടം പ്രിയപ്പെട്ടവർ സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. സമയം കൊണ്ട് കളയാതിരിക്കാൻ വേണ്ടി കർത്താവിദാസൻ പ്രാർത്ഥന നിരതനായിത്തീരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ കൂടാര പെരുന്നാൾ നടക്കുന്ന ക്രമീകരണത്തിൽ ഒരു ചടങ്ങ് അവിടെയുണ്ട്. കേൾക്കണോ ആ ചടങ്ങ്? അതിങ്ങനെയാണ്. 8 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. നമ്മളൊക്കെ ചെയ്യാറുള്ളത് പോലെ നമ്മുടെ ആനുവൽ കോൺഫറൻസ് വരുമ്പോൾ നാട്ടിൽ നിന്ന് നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങി വരുന്നത് പോലെ ഒരുങ്ങി നിൽക്കും. ഒരു ഏറെക്കുറെ പറഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലൊക്കെ വേണമെങ്കിൽ എബ്രായ മാസം പരിശോധിച്ചു വന്നാൽ കാണുവാൻ കഴിയും. 8 ദിവസങ്ങൾ, 7 ദിവസം നീണ്ടു നിൽക്കുന്ന സ്തോത്രം പെരുന്നാള്, 8-ാം ദിവസത്തെ ഉത്സവം. ഇനി എന്താ ഉത്സവത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ഈ കൂടാര പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ എന്ന് പറയുന്നത് പോലെ തന്നെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ഇവരെല്ലാം ഒരുമിച്ച് യെരൂശലേമിൽ വന്നുകൊണ്ട് എല്ലാവരും ടെന്റ് അടിക്കും, ഒരു കൊച്ചു കൂടാരം അടിക്കും. ഈ കൂടാരത്തിനകത്ത് പറത്തുകൊണ്ട് ഒരു പ്രത്യേക ക്രമീകരണം ചെയ്യും. അത് പുറപ്പാട് 15 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളെ സ്തോത്രം, ഹല്ലേലൂയ ചേർത്താണ്. എന്താ? പിതാക്കന്മാരുടെ കാലത്ത് 40 വർഷക്കാലം അവർ സഞ്ചരിച്ച വേളകളിലെല്ലാം ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിച്ചു എന്ന് മാത്രമല്ല, അവർ ദാഹിച്ചപ്പോഴൊക്കെയും സ്തോത്രം മരുഭൂമിയിൽ പട്ടുപോകാതിരിക്കാൻ ജീവജലത്തിന്റെ നദിയാകുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചു എന്ന് മാത്രമല്ല, മതി വരുവോട് കുടിപ്പാൻ വേണ്ടി പായെ പുലർത്തി സ്വർഗത്തിലെ ദൈവം അവർക്ക് കൊടുത്തു. ഇന്ന് പകൽക്കാലം ഈ മരുഭൂ യാത്രയിൽ കൈവിടാത്ത ദൈവത്തെ, ഉപേക്ഷിക്കാത്ത ദൈവത്തെ എത്ര പേർക്ക് ചേർന്ന് കരങ്ങൾ
ഹൃദയങ്ങളും അതരവും തുറന്ന് കർത്താവിന് മഹത്വം കരേറ്റാൻ കഴിയും. നമ്മുടെയൊക്കെ ആയുസ് എത്ര നൈമിഷികമാണ്. ഇന്ന് എന്താണ്, നാളെ എന്താണ്, അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് നാം ആരും അറിയുന്നില്ല. പക്ഷേ വന്ന വഴികൾ മറക്കരുത്, ദൈവം നടത്തിയ വഴികളെ മറക്കരുത്. കാരണം നാം ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതില്ല ദൈവമെല്ലാം തന്നതാ. ജീവിതത്തിൽ സകലവും ദൈവത്തിന്റെ ദാനമാ. ഒന്നും സാമർഥ്യം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ശരീരത്തിന്റെ മിടുക്ക് കൊണ്ടോ ആൾബലം കൊണ്ടോ നേടിയതല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ നിത്യതയോ മഹാകരുണയോ അവന്റെ ദാനമത്രേ. ശുശ്രൂഷയിൽ എന്നെ നിർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചില വർഷങ്ങൾക്ക് മുന്നേ എന്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ലെങ്കിലും ഒരു വലിയ ദൈവദാസന്റെ മകനൊന്നുമല്ല ഞാൻ. എന്റെ പിതാവ് മരിക്കുന്നതിന് വരെ ഒരു പിന്മാറ്റക്കാരനായിരുന്നു. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവിന്റെ വയൽപ്രദേശത്ത് ദൈവനാമത്തെ ഉയർത്തുവാൻ, കർത്താവിന്റെ മക്കളെ സേവിപ്പാൻ, അവരെ ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ തിരഞ്ഞെടുത്തു. പ്രിയരെ, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുക. ഞാൻ ഈ പദങ്ങൾ വേഗത്തിൽ ഒന്ന് കൊണ്ടുപോകട്ടെ. തിരുമേശയിലേക്ക് എനിക്കിതിനെ ഒന്ന് കൊണ്ട് കണക്ട് ചെയ്ത് വേണം നിർത്താൻ. അപ്പൊ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ, കൂടാരം പെരുന്നാൾ. എന്താ കൂടാരം പെരുന്നാൾ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞു 8 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ, 7 ദിവസക്കാലം നടക്കുന്ന ഒരു പ്രത്യേക കസ്റ്റം, 8ാം ദിവസത്തെ ഉത്സവം. എന്താ ചെയ്യുന്നത്? ശ്രദ്ധിച്ച്, ആലയത്തിനകത്തളങ്ങൾ ജനമെല്ലാം ഒരുമിച്ച് കൂടും. മഹാപുരോഹിതന്റെ നേതൃത്വത്തിൽ ഒരു പ്രൊസഷൻ പോലെ അടുത്തുള്ള ശിലോഹാം എന്ന കുളത്തിലേക്ക് ഒരു ഗോൾഡൻ പിക്ചറുമായി, ഒരു സ്വർണ്ണ തളികയുമായി ഈ പുരോഹിതൻ പുറകിൽ ഒരു വലിയ കൂട്ടം ജനം നടക്കും. ചെന്ന് ശിലോഹാം നദിയിൽ നിന്ന് ഒരു ഗോൾഡൻ പിക്ചറിനകത്തുള്ള സ്തോത്രം തളത്തിലുള്ള ആ വെള്ളം അവർ എടുക്കും. തിരിച്ചലയത്തിലേക്ക് നടന്ന് അവിടെയുള്ള യാഗസ്ഥലത്ത് ഈ വെള്ളത്തെ ഒഴിക്കും. അവിടെ നിന്നുകൊണ്ട് ജനം ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യും. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. 7 ദിവസം ഇവരുടെ ക്രമീകരണം ചെയ്യും. പക്ഷെ 8ാം ദിവസം അവർ ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട്. പുരോഹിതൻ പറയും, പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് കൂടാം. എന്തിനാ കൂടുന്നത്? 8ാം ദിവസം ശിലോഹാമിൽ വെള്ളം ഉണ്ടായിരുന്നിട്ടും ജനം ഒരുമിച്ച് കൂടി സ്വന്തം ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ മഴയെ തരണേ. ഉണ്ടോ നിങ്ങൾ എന്റെ കൂടെ? 7 ദിവസം ശിലോഹാമിൽ നിന്ന് വെള്ളം കോരും, യാഗപീഠത്തിൽ ഒഴിക്കും. ദൈവത്തിന് ജനം സ്തോത്രം ചെയ്യും. 8ാം ദിവസം ജനം എന്താ ചെയ്യുന്നത്? വെള്ളം ശിലോഹാമിൽ ഉണ്ടെങ്കിലും സ്തോത്രം, ജനം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങൾക്ക് മഴയെ തരണേ. ഇനി ഈ പശ്ചാത്തലം നിങ്ങളുടെ മനസ്സിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ യോഹന്നാനോട് വാക്യമോട് എഴുതി വെച്ചിരിക്കുകയാണ്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്. ഇനി ആ പദമൊക്കെ സത്യത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഈ നാം ഇന്നത്തെ ഈ യേശുകർത്താവിന്റെ ഗിരിപ്രഭാഷണം പരിശോധിച്ചാൽ മനസ്സിലാകും. യേശു ജനത്തെ കണ്ടപ്പോൾ മലമേൽ കയറി ഇരുന്നു കൊണ്ട്. കണ്ടോ നിങ്ങൾ ആ ഭാഗങ്ങൾ? 5, 6, 7 ഗിരിപ്രഭാഷണങ്ങൾ. പക്ഷേ ഈ യോഹന്നാന്റെ സുവിശേഷം 7ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, which means something important. എന്തോ അത്യാവശ്യമായ കാര്യം ജനത്തോട് കർത്താവിന് കൈമാറണം. ഇനി തീരുന്നില്ല. ഞാൻ 1-2 ട്രാൻസ്ലേഷൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം. ആംപ്ലിഫൈഡ് വേർഷൻ ഞാൻ ഒന്ന് വായിക്കുകയാണ്. Now on the last and most important day of the feast, Jesus stood and called out in a loud voice. യേശു നിന്നുകൊണ്ട് അത്യുച്ച ശബ്ദത്തിൽ അവരോട് സംസാരിച്ചു. ഇനി സ്തോത്രം, മെസ്സേജ് വേർഷൻ എന്നുള്ള ട്രാൻസ്ലേഷൻ ഉണ്ട്. നിങ്ങളത് വായിക്കണം, നല്ല മനോഹരമാണ്. അവിടെ ഇങ്ങനെയാണ് കേട്ടോ. On the first and climactic day of the feast, Jesus took his stand, he cried out. യേശു നിന്നുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അത്യുച്ചത്തിൽ അവരോട് സംസാരിച്ചു. ഞാനാ പറഞ്ഞ ഈ മെസ്സേജിന് എവിടെയോ കൺവേ ചെയ്യാനുള്ളൊരു കാരണമുണ്ട്. ഞാൻ ദിവസങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പാദപീഠത്തിരുന്ന് മുഴക്കാലുകൾ സ്തോത്രം മടക്കിക്കൊണ്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ അങ്ങ് എന്തിനാ കരഞ്ഞേ? സ്തോത്രം, ഹല്ലേലൂയ. ഒരൊറ്റ പശ്ചാത്തലത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. ഞാൻ കാരണം ഇവിടെ ഇരുന്ന് കർത്താവിന്റെ ബിനോയ് പാസ്റ്റർ കരഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തോടുള്ള പരിചയം കൊണ്ട് പറയും ഇന്ന കാര്യം കൊണ്ടാണ് കരഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് അറിയത്തുള്ള അദ്ദേഹത്തിനാ കഴിയുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെയാ. ജഡ്ജ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ റീസൺ നമുക്കറിയത്തില്ല. ഞാൻ കർത്താവിനോട് കർത്താവ്, ഈ ഭൂമിയിൽ നീ ആയിരുന്ന വേളയിൽ ഉത്സവത്തിൽ നിൽക്കുന്ന ജനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത്രയധികം ആഴത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അങ്ങ് എന്തിനീ ജനത്തോട് സംസാരിച്ചു? അതിന് മറുപടി ഇത്രയേ ഉള്ളൂ. 7 ദിവസം വെള്ളം കോരും, 8ാം ദിവസം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇറ്റ് ബിക്കം എ കസ്റ്റം, ഇറ്റ് ബിക്കം എ ട്രഡീഷൻ. ആചാരമായി ആരാധന മാറി, ആചാരമായി ആത്മീയ കൂട്ടായ്മകൾ മാറി. പാടുന്നുണ്ടോ? പാടുന്നുണ്ട്.
1000 നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതൂ. എത്ര മനോഹരമായ പാട്ട് PV തൊമ്മികൾ എന്ന അനുഗ്രഹീതമായ ദൈവദാസ എഴുതിയ പാട്ട്. പക്ഷെ പാടുന്നുണ്ട്, പക്ഷെ 1000 നാവ് കൊണ്ട് ഒറ്റ നാവ് പോലും പൊങ്ങുന്നില്ല. It becomes custom and tradition. ഉള്ളിൽ നിന്നല്ല. കൈയടിക്കുന്നുണ്ട്, വിനോദ് പാസ് കണ്ടാൽ വഴക്ക് പറയും, അതുകൊണ്ട് കൈയടിക്കും. പക്ഷേ കൈയടിക്കുന്നത് ഹൃദയം കൊണ്ടല്ല. നിങ്ങളുണ്ടോ എന്റെ കൂടെ? ഇന്ന് പകൽ ദൈവസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് CFA ഒമാൻ ദൈവസഭയോട് പരിശുദ്ധത വിളിച്ചു പറയുന്നു, ഇതിനകത്തവങ്ങൾ പകർന്നൊഴുകേണ്ട ദൈവ സാന്നിധ്യത്തിന്റെ ഒരു ചലനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവിൽ നിങ്ങൾ കൊതിയോട് ദൈവമുഖത്തേക്ക് നോക്കണം. യേശു പറയുക, അവർ വരുന്നുണ്ട്, ഡ്രംസ് വായിക്കുന്നു, കീബോർഡ് വായിക്കുന്നു, ഗിറ്റാർ വായിക്കുന്നു, നല്ല മൈക്കുകളുണ്ട്, മനോഹരമായ ആലയങ്ങളുണ്ട്, പല വസ്ത്രധാരികളായി വരുന്നു. അവർ വരുന്നു, സ്വന്തം മഹാപുരോഹിതന്റെ പിറകെ പോകുന്നു, ശിലോഹാമിൽ നിന്ന് വെള്ളം കോരുന്നു. അവർക്കറിയാം എത്ര വെള്ളം കോരിയാലും 8ാം ദിവസം പാസ്റ്റർ പറയും, വരുവിൻ, ഉപവസിപ്പിൻ, നമുക്ക് മഴയ്ക്കായി പ്രാർത്ഥിക്കാം. കണ്ടോ? സ്തോത്രം. നമ്മൾ ഈ സ്തോത്രം ഹല്ലേലൂയ സാമുദായിക ആരാധനകൾ കാണുന്നത് പോലെ എഴുതി വെച്ച കുറെ പ്രാർത്ഥനകളും കുറെ ആരാധനകളും കുറെ ആചാരങ്ങളും. കർത്താവ് പറയുകയാ, ഇങ്ങനെ പോയാൽ പോരാ. You need to feel what true Christianity is. നിങ്ങൾ ഹൃദയത്തിനകത്ത് കർത്താവാണെന്നും അവന്റെ വഴി എന്താണെന്നും അവന്റെ സാന്നിധ്യം എന്താണെന്നും ഗ്രഹിക്കണം, ഉൾക്കൊള്ളണം. 2000 വർഷങ്ങൾക്ക് മുന്നേ ദൈവസഭയ്ക്ക് വേണ്ടി വില കൊടുത്ത കർത്താവിന്റെ സ്നേഹത്തെ ദൈവസഭ അറിഞ്ഞ് കാൽവരിയിൽ നോക്കി ദൈവത്തെ ആരാധിക്കണം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് അങ്ങ് എന്തിനീ കരയുന്നേ? കർത്താവ് പറഞ്ഞ മറുപടി, കുഞ്ഞേ, ഇവർക്ക് എല്ലാ വർഷവും ആരാധനയുണ്ട്, എല്ലാ വർഷവും വെള്ളം കോരുന്നു, കിട്ടാവുന്ന ഏറ്റവും വലിയ പോപ്പ് വന്ന മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത്, നല്ല നല്ല ക്രമീകരണങ്ങളോ ചെയ്യുന്നു. ആദ്യമൊക്കെ 2 പാട്ടേ ഉള്ളായിരുന്നു, ഇപ്പൊ വന്നു 5ഉം 6ഉം പാട്ടൊക്കെ ആയി. പക്ഷേ അവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദിയില്ല. ഹൃദയത്തിനകത്തളങ്ങളിലെ കാഴ്ചപ്പാടുകൾ, തലമുറകൾ മാറിയപ്പോൾ, കാലങ്ങൾ മാറിയപ്പോൾ, സാഹചര്യങ്ങൾ മാറിയപ്പോൾ ദൈവത്തോടുള്ള പറ്റുമാനം ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിലെരിവോടെ ദൈവസഭയെ നോക്കി പ്രവചിച്ചു പറയുകയാ, നമുക്ക് വേണമെന്നേ കർത്താവിൽ മാത്രം ആശ്രയിച്ച്, കർത്താവിന്റെ മുഖം മാത്രം അന്വേഷിച്ച്, ദൈവ സാന്നിധ്യം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനെ സേവിക്കുന്ന ഒരു നല്ല കാലം. കൈയടിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായി, സ്തോത്രം ചെയ്യുന്നെങ്കിൽ ആത്മാർത്ഥമായി, കർത്താവെ എന്ന് വിളിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായി, ഒരു സാക്ഷ്യം പറയുന്നെങ്കിൽ ആത്മാർത്ഥമായി, ആരാധിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായി, ഒരു സ്തോത്രം ചെയ്യാൻ അവസരം കിട്ടിയാലും അത് ആത്മാർത്ഥമായി ചേർന്ന് കർത്താവിന്റെ നാമത്തെ ഇതുപോലെ സ്തോത്രം ചെയ്ത് കർത്താവിനെ ആരാധന അർപ്പിച്ചത്. എനിക്ക് ഒത്തിരി യാത്രകൾ ചെയ്യാനുണ്ട്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. ഇവിടെ പറയുന്നൊരു പദമുണ്ട്, ഉത്സവത്തിന് മഹാദേവം എടുക്കുന്ന യേശു കൊണ്ട് ദാഹിക്കുന്നവരല്ല എന്റെ അടുക്കൽ വരട്ടെ. ഇനി അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇനി പെന്തക്കോസ്റ്റൽ സിസ്റ്റം ഇങ്ങനെയാണ്. ഇവിടെ കുറച്ചു പേര് നിൽക്കുന്ന അവരിൽ നിന്ന് ഒഴുകട്ടെ എന്നല്ല, എല്ലാവരിൽ നിന്നും ഒഴുകണം. അങ്ങനെ ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇവിടെ പ്രസംഗത്തിൽ നിങ്ങൾ മാർക്കറ്റില്ലെങ്കിൽ എന്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് 120 പേരടങ്ങുന്ന സംഘം മർക്കോസിന്റെ മാളികമുറിയിൽ ഇരുന്നപ്പോൾ അവരിരുന്ന സകലരും ദൈവാത്മാവിന്റെ ശക്തിയാൽ പിടിക്കപ്പെട്ടു. ആ കുടുംബത്തെയോ ഭവനത്തെയോ വീടിനെ ദൈവാത്മാവ് നിറച്ചു എന്ന സ്തോത്രം. ഒരാളോ 2 പേരോ 10 പേരോ 20 പേരോ അല്ല, ഇവിടെ ഇരിക്കുന്ന സകലരും ഒരുപോലെ തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ നിന്നിൽ നിന്ന് ഒഴുകണം. ഞാനതിന് ഇങ്ങനെ കൊടുക്കുന്ന പേര് The Real Pentecost in You. പെന്തക്കോസ്തിന്റെ അനുഭവം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുവാനിടയായി തീരണം. ഞാൻ പറഞ്ഞില്ലേ പ്രിയരെ, ഇത് ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. നമുക്ക് പെന്തക്കോസ്തിന്റെ പാരമ്പര്യമുണ്ട്, പെന്തക്കോസ്തിന്റെ അനുഭവം എവിടെയൊക്കെയോ നഷ്ടപ്പെടുകയാണ്. സ്തോത്രം. ആ പശ്ചാത്തലത്തിൽ സത്യത്തിൽ കാലിക പ്രസക്തിയുള്ള ഒരു വാക്യമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. യേശു കർത്താവ് നിന്നുകൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ജനത്തോട് പറയുക, കം കം കം, സ്തോത്രം, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് കൂടി വരിക. തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി നിങ്ങൾ ഒഴുകുവാനിടയായി തീരണം. എന്തിനാ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പെന്തക്കോസ്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകുന്നത്? വേഗത്തിൽ ആ വാക്കുകൾ കൂടെ ഒന്ന്
പറഞ്ഞ് നാം ഒരുമിച്ച് ആത്മസാന്നിധ്യത്തെ ഒന്ന് ഉൾക്കൊള്ളുവാനും കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനും ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇനി വാക്യങ്ങൾ എനിക്ക് ഒരു പക്ഷേ എടുക്കുവാൻ സമയമില്ല, ഞാൻ പറഞ്ഞു വിടുകയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. 36-37 വാക്യങ്ങളാണ്. പ്രബോധനപുത്രൻ അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലൻ മറുപേർ വിളിച്ച കുപ്രദീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം മൊക്കെയും വിറ്റ് പണം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. വിച്ച് ഈസ് ആൻ ആക്ട് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് കൊടുത്ത നിയോഗം അനുസരിച്ച് അന്നത്തെ ആദിമ കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു? കർത്താവ് ഇന്ന് വരുമെന്നുള്ള ലക്ഷ്യത്തിൽ അവരിരുന്നേ. ഇപ്പോൾ കർത്താവ് വരും. ആമേൻ. കർത്താവ് യേശുവിൻ വേഗം 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 വരണമേ എന്ന് അവരുടെ ലക്ഷ്യം അതായിരുന്നു. പക്ഷെ ആത്മനിയോഗത്തിലുള്ള പ്രവൃത്തിയാണ്. 5-ാം അധ്യായം തൊട്ട് താഴെ 5-ാം അധ്യായത്തിൽ ഇതേ പ്രവൃത്തി ഒരാൾ കോപ്പി ചെയ്തു. 5:1. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഭയോട് കൂടെ നിലം വെച്ചു. പുള്ളി നോക്കിയപ്പോൾ സ്വത്രം ബർന്നബാസ് ചർച്ചയ്ക്ക് കൊണ്ടുവന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു, കണ്ടോ ബർന്നബാസ് കൊണ്ടുവന്നത്. പക്ഷെ ബർന്നബാസ് ചെയ്ത പ്രവൃത്തി ഉള്ളിൽ പകർന്ന ആത്മനദിയുടെ പ്രവൃത്തിയാണ്. പക്ഷെ അനന്യാസ് ചെയ്ത പ്രവൃത്തി കൊപ്പയടിച്ചതാണ്. ഇത് രണ്ടും സത്യത്തിൽ ചർച്ച കമ്മിറ്റിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പണം കിട്ടി. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പരിശുദ്ധാത്മാവോട് വ്യാജമാണ് കാണിച്ചേ. നിങ്ങൾ എന്തിനാ പരിശുദ്ധാത്മാവിന്റെ നദി നിങ്ങളിൽ നിന്ന് ഒഴുകണ്ടേ? ആത്മീയ മരണങ്ങൾ സഭയ്ക്കകത്തളങ്ങളിൽ സംഭവിക്കാതിരിക്കാൻ, നിന്റെ കൂടാരങ്ങൾക്കകത്തളങ്ങളിൽ ആത്മമരണം ഉളവാകാതിരിക്കാൻ. ആത്മീയം അഭിനയമല്ല, ആരാധന അഭിനയമല്ല. ആരാധന, ദൈവസ്നേഹം, ദൈവത്തോടുള്ള ബഹുമാനം അഭിനയമല്ല. ജീവജലത്തിന്റെ നദി. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു. എനിക്ക് 2 ആൺതലമുറകളാണ്. മൂത്തമകന് 7 വയസ്സ് എസ്ര, ഇളയ കുഞ്ഞ് എസക്കിയേൽ 4 വയസ്സ്. എന്റെ കുഞ്ഞ് എന്നെ കാണുമ്പോൾ ഓടി വന്ന് ഡാഡി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. അടുത്ത് നിൽക്കുന്ന മറ്റൊരു അച്ഛൻ്റെ മോനും ഓടി വന്ന് ഡാഡി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചാൽ അർത്ഥം എന്റെ മകനായിട്ടല്ല. He tried to imitate, copied him. നിഷ്കളങ്ക ഹൃദയത്തിൽ ചെയ്തുകൊണ്ട് പക്ഷെ ദൈവം നിഷേധിക്കും, ഞാനും നിഷേധിക്കും. വളരുമ്പോൾ ആത്മീക വളർച്ച സംഭവിക്കുമ്പോൾ ആത്മാവിന്റെ ചലനം നിന്റെ ഉള്ളിലില്ലെങ്കിൽ ദൈവസഭയ്ക്കകത്തളങ്ങളിൽ അഭിനയങ്ങളെ ദൈവം വെച്ചു ഉറപ്പിക്കില്ല. ദൈവസഭയ്ക്കകത്തളങ്ങൾ ആഴമേറിയ നിലനിൽക്കുന്ന അകത്തളങ്ങളിൽ നിന്നുള്ള ആരാധന വെളിപ്പെടാം. എന്റെ സമയം പ്രസംഗിക്കാത്തതൊന്നുമല്ല ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ആ ഒരു ഓപ്പൺ മൈൻഡിൽ നിൽക്കണം. എന്റെ പുതിയ ഒരു ആത്മീയ സമൂഹം കർത്താവിന് വേണ്ടി അന്ത്യകാലത്ത് നിൽക്കണമെന്നുള്ളത്. ഇനി എന്തിനാ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്? തിമോഥെയോസിന്റെ ലേഖനം അപ്പോസ്തലൻ പൗലോസ് നിജപുത്രനായ തിമോഥെയോസിന് എഴുതുന്ന 1-ാം ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്നാൽ ഭാവി കാലത്ത് ചില വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷി ചൂടുവെച്ചു. അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം. ഞാന് ആണ്ടർദി യോഗത്തിൽ പ്രൈസിന്റെ പപ്പായ്ക്കും മമ്മിയൊക്കെ ഒരു പക്ഷെ അന്നത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നായിരിക്കും. സ്തോത്രം. അന്ന് രാത്രിയിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെ ഞങ്ങൾ 100-400 പേരോടെങ്കിലും ഒരുമിച്ച് കൂടി ഇങ്ങനെ ആരാധിക്കുക. ഇന്ന് രാത്രിയിലെ പുതുവർഷ പുലരി ഇങ്ങനെ വരുമ്പോൾ ദൈവാത്മാവ് തന്നൊരു പ്രത്യേക പ്രാർത്ഥന ലൈൻ ഇങ്ങനെയാണ്. ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. 2025 ഡിസംബർ മാസം 31 നാം ഒരുമിച്ച് കൂടുന്ന ഇടത്ത് പുതിയ ആത്മാക്കൾ വരുവാൻ ദൈവത്തിന്റെ ഹിതമെങ്കിൽ വരട്ടെ. പക്ഷെ ഒറ്റ ആള് പോലും പിന്മാറ്റത്തിൽ പോകരുതെന്ന് പ്രാർത്ഥിക്കണം. അത് ഇമ്പോർട്ടന്റ്. ശ്രദ്ധിക്കുക, പുറത്തുള്ളൊരു ജാതീയനായ മനുഷ്യനോടല്ല. അപ്പോസ്തലൻ പൗലോസ് നിജപുത്രനായ തിമോഥെയോസിനോട് താൻ ഏൽപ്പിച്ച ദൈവസഭയ്ക്ക് കൊടുക്കുവാൻ കൈമാറുവാൻ വേണ്ടി കൊടുത്ത ദൂതാണ് ദൈവസഭയ്ക്കകത്ത് ചില വ്യാജാത്മാക്കളുടെ പിറകെ പോയി.
വിശ്വാസ ത്യാഗം സംഭവിക്കുന്നു. എന്തിനാ പരിശുദ്ധാത്മാവ് ഉള്ളിൽ? പാസ്റ്റർ ബിനോയ് ഇല്ലെങ്കിലും ആന്റി ഇല്ലെങ്കിലും മറ്റു സഹോദരങ്ങളില്ലെങ്കിലും ഒറ്റയ്ക്ക് നീ നിൽക്കുന്ന വർക്ക് പ്ലേസിൽ വിശ്വാസത്തിന് വേണ്ടി ആർജവത്തോടെ നിൽക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ആത്മാവിന്റെ ശക്തി. അപ്പനില്ലാത്ത അമ്മയില്ലാത്ത സഹോദരങ്ങളില്ലാത്ത ഇടത്ത് ദാനിയേലും എബ്രായവാളന്മാരും പിടിച്ചുന്നത് പോലെ രാജാവിന്റെ മുൻപിലോ രാജാവ് വെക്കുന്ന ഭോജനങ്ങളുടെ മുൻപിലോ തലകുനിക്കാതെ ശിരസ് നമിക്കാതെ ആർജവം കളയാതെ നിലനിൽക്കണമെങ്കിൽ കുഞ്ഞ് അകത്ത് ആത്മാവിന്റെ ശക്തി കത്തണം. ഈ തിമോഥെയോസിന്റെ 2-ാം എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു വിടുകയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയാം. മനുഷ്യ സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദുഷ്ടന്മാർ, ദൂഷകന്മാർ, അമ്മയെപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണദേശികൾ, ദ്രോഹികൾ, നാസ്തികർ, നിഗളികൾ, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയമായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ ആത്മാവില്ലെങ്കിൽ എല്ലാം സംഭവിക്കും. സത്യത്തിൽ മനഃപൂർവ്വം അല്ല കേട്ടോ നിങ്ങൾ ഇങ്ങനെ ആവുന്നത്. ഉള്ളിൽ ആത്മാവില്ലാത്തതുകൊണ്ട് ആയി പോകുന്നത്. ആഗ്രഹമുണ്ട് മാറണമെന്ന്, പക്ഷെ മാറാൻ പറ്റുന്നില്ല. ബ്രദർ സിസ്റ്റർ കൈകൂപ്പി പറയുകയാ, declare fasting and submit in God's presence so that Holy Spirit will descend upon you. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങി വരാനിടയായിത്തീരും. ഈ ജീവിതയാത്രകളിൽ നിങ്ങൾ തകരാതിരിക്കണമെങ്കിൽ പരാജയം സംഭവിക്കാതിരിക്കണമെങ്കിൽ തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവനത്തിന്റെ നദി. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇവിടെ കുറച്ച് ഏറെ ആത്മീയരായ സമൂഹമുണ്ടല്ലോ. പ്രതിസന്ധികൾ വരാനിട്ടാണോ? മെഡിക്കൽ റിപ്പോർട്ടുകൾ നെഗറ്റീവായി കിട്ടാനിട്ടാണോ? ആഗ്രഹിച്ച വീടുകൾ വെക്കാൻ കഴിയാനിട്ടാണോ? ജോലി നഷ്ടപ്പെടാനിട്ടാണോ? എന്തുകൊണ്ട് ഇന്നും ആരാധനയ്ക്ക് വരുന്നത്? എന്തുകൊണ്ട് ഇന്നും കർത്താവിനെ സേവിക്കുന്നത്? എന്തുകൊണ്ട് ഈ പുസ്തകം ഇന്നും ഉയർത്തുന്നത്? വിളിച്ചു പറയും, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നത് കൊണ്ട് ഈ മണ്ണിലുള്ള ഒന്നും എന്നെ അലട്ടത്തില്ല. ഈ ലോകത്തുള്ള ഒന്നും എന്റെ ആത്മീയ മനുഷ്യരെ തകർക്കത്തില്ല. ഈ മണ്ണ് വിട്ട്, ഈ മണ്ണങ്ങത്തെ വിട്ട് ഞാൻ പറന്നുയരുന്ന ഒരു ദിവസമുണ്ട്. രണ്ട് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധമമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. എനിക്ക് അവിടെ ഒന്നും വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പോസ്റ്റസി വിശ്വാസത്യാഗം എന്നുള്ളത് എവിടെയും സംഭവിക്കാം. ഞാൻ ഒരു യൂറോപ്യൻ കൺട്രിയിൽ ഷെപ്പേർഡ് മിനിസ്ട്രി അല്ലെങ്കിൽ പാസ്റ്ററൽ മിനിസ്ട്രി ചെയ്യുന്ന ഒരാളാണ്. സത്യത്തിലുള്ള പ്രതിസന്ധി നമ്മുടെ ചർച്ചിൽ വളരെ കുറവാണെങ്കിലും മൊത്തത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ കുടുംബജീവിതങ്ങളുടെ തകർച്ചകൾ, മെന്റൽ ഡിപ്രഷനുകൾ, സ്തോത്രം, ആന്റി ഡിപ്രസൻസ് എടുക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ എനിക്കറിയാം. അത് ദൈവദാസന്മാരുടെ സഹധർമ്മിണിമാരുണ്ട്. കാരണം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, വചനം വായിക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധിയുടെ മുൻപിൽ അവർ തകരുകയാ. സാഹചര്യം അങ്ങനെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല. ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലേക്ക് പെന്റക്കോസ്റ്റൽ സമൂഹം മാറിപ്പോയി. ഞാൻ ഭർത്താവിനദാസ് ബിനോയ് പാസ്റ്റർ പ്രസംഗിക്കുന്നതിനേക്കാൾ നന്നായി എനിക്ക് പ്രസംഗിക്കണം, ഞാൻ പ്രസംഗിക്കുന്നതിനേക്കാൾ നന്നായി മറ്റൊരാൾക്ക് പ്രസംഗിക്കണം. കണ്ടോ, കോമ്പറ്റീഷൻ ആയിപ്പോയി. ആ വ്യക്തി പാടിയതിനേക്കാൾ നന്നായി എനിക്ക് പാടണം. കണ്ടോ, ഈ കോമ്പറ്റീറ്റീവ് വേൾഡ് നിങ്ങളെ കൊണ്ടുപോയി നിർത്തുന്നത് സ്വന്തം പരിശുദ്ധാത്മാവിന്റെ നിഴലിലേക്കല്ല, സാന്നിധ്യത്തിലേക്കല്ല, നിങ്ങളുടെ വിശ്വാസത്യാഗം സംഭവിക്കും. അവിടെയാ ഒരു എക്സാമിന് ഫെയിൽ ആകുമ്പോഴേക്കും പെട്ടെന്ന് സ്വന്തം ഏരിയാവ് പറഞ്ഞതുപോലെ മതി യഹോവേ മതി. ഒരു ചെറിയ വാക്ക് കേട്ടാൽ തന്നെ ക്ഷീണിച്ചു പോകുന്നതിന്റെ കാര്യം ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ വിശ്വാസത്യാഗം സംഭവിക്കാം. സ്വന്തം വിശ്വാസത്തെ തള്ളിക്കളയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. വൈഡ് സ്പ്രെഡ് വിക്കറ്റ്നസ്, റോമലേഖനം 1:28 മുതൽ 32 വാക്യങ്ങളാ. വർദ്ധിച്ചു വരുന്ന ദുഷ്ടത, വഞ്ചന, ആദിയായ ക്രമീകരണങ്ങൾ, പുതിയ നിയമസഭയ്ക്കകത്തളങ്ങൾ കടന്നു വരുന്നതിന്റെ ഒരേ ഒരു കാരണം തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകാത്തത് കൊണ്ട്. ഇവിടെ കർത്താവ് പറയുന്ന പദം പ്രശസ്തമാണ് അല്ലെങ്കിൽ പ്രസക്തമാണ്. ദാഹിക്കുന്നതെല്ലാം ഒഴിവാ, നിങ്ങൾ കുടിക്കണം.
ഈ ജീവന്റെ ജലം കുടിക്കണം. ഞാൻ ഈ കുറച്ച് ചരിത്ര ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാം. തിരുവനന്തപുരത്തിൽ തന്നെയാണ്. ഇവിടെ നല്ല പ്രൊജക്ടറുണ്ട്. നിങ്ങളുടെ കണ്ണുകൾക്ക് നല്ല രീതിയിൽ വായിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവർ മനോഹരമായ കാര്യങ്ങൾ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോണേ. അത് സ്തോത്രം. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിലാണ് 14-15 വാക്യങ്ങൾ. അന്ന് പന്തിരുവൽ ഒരുത്തനായ യൂദാ ഇസ്കറിയോത്താവ് മഹാപുരോഹിതന്റെ അടുക്കൽ വന്നു. നിങ്ങൾ എനിക്ക് എന്ത് തരും? ഞാൻ അവനെ കാണിച്ചു തരാം. അന്നു മുതൽ അവനെ കാണിച്ചു കൊടുക്കാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു. ചോദ്യം, ആരാ യൂദാ? യേശുവിന്റെ കൂടെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നവൻ. സ്തോത്രം. ചർച്ചിന്റെ വളരെ വളരെ ഭൗതിക കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി. കർത്താവിനോട് കൂടെ 5,000 പേർക്ക് കൊടുത്ത് 5,000 പുരുഷന്മാർക്ക് തന്നെ കൊടുത്ത് 20,000-ത്തിലും ജനത്തെ പൊറ്റി 12 കൊട്ട നിറച്ചെടുത്തപ്പോൾ ഒരു കൊട്ട പൊക്കിയെടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി സ്തോത്രം കുടുംബങ്ങൾക്ക് മുഴുവൻ കൊടുത്തുക അനുഗ്രഹീതനായ ദൈവമനുഷ്യൻ. പക്ഷേ സ്തോത്രം ജീവിതത്തിന്റെ മുൻപിൽ ഭൗതികമായ നന്മയെ കണ്ടപ്പോൾ തന്റെ കണ്ണു മഞ്ഞളിച്ചു. എന്താ കാരണമെന്നറിയാമോ? തിരുവെടുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഉള്ളിലില്ല. We pray, we dance, we clap, we play instruments, but it is not from heart. We do every actions. നാം എല്ലാം ചെയ്യുന്നു, നാം എല്ലാം പ്രവർത്തിക്കുന്നു, പക്ഷെ ഇത് ഉള്ളിൽ നിന്നല്ല. ഞാൻ പ്രവചിച്ച് നിങ്ങളോട് പറയുന്നു, ആത്മീക സമൂഹത്തിൽ യൂദമാർ ഉണ്ടാകാതിരിക്കാൻ, ലോകത്തെ ഭൗതികത്തെ സ്നേഹിച്ച് ദൈവരാജ്യത്തെ ത്യജിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ദൈവസഭ പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് വേണ്ടി. എന്റെ സമയം ദൈവത്തോട് കഴിയുകയാണ്. 2 തിമോഥെയോസ് ലേഖനം 4-10 വാക്യം ഇങ്ങനെയാണ്: ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. ക്രിസ്കസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. ഇനി സ്തോത്രം തിമോഥെയോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 തിമോഥെയോസ് 1:19-20 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താൻ. കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചരിത്ര കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട ഭക്തന്മാരായ ശക്തന്മാരായ സ്വന്തം ദൈവമക്കളെന്ന് അവകാശപ്പെട്ട പലരും വീണെങ്കിൽ ഞാൻ വീഴാതിരിക്കാൻ, ഞാൻ നിലനിൽക്കാൻ, ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പരാജയപ്പെടാതിരിക്കാൻ, സമൂഹത്തിന്റെ മുൻപാകെ ഞാൻ നിന്ദിതനാകാതിരിക്കാൻ, തിരുവെടുത്തു പറയുന്നത് പോലെ ജീവ ജലത്തിന്റെ നദി എന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചാൽ കുടുംബജീവിതം വിജയമാകത്തില്ല. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണം. നൂതനമായ സാങ്കേതിക വിദ്യകളുടെ പിറകിൽ കടന്നു പോകുന്ന ജീവിതങ്ങളെ ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ പരിശുദ്ധാത്മ നൽകി തന്ന നിയോഗത്തിൽ നിങ്ങളോട് പറയുന്നു, നിലനിൽക്കണമെങ്കിൽ ആത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് വേണം. അത് പാട്ടിന്റെ ഒടുവിൽ 2 വരി പറയുന്ന മറുഭാഷയല്ല. കുടുംബജീവിതത്തിൽ സ്വന്തം ഭാര്യയോട് സംസാരിക്കുമ്പോൾ അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട്, വാഹനം ഓടിക്കുമ്പോൾ അന്യഭാഷയിൽ, ജോലി ചെയ്യുമ്പോൾ മാനേജർ കോൾ ചെയ്യുന്ന സമയത്ത് തിരിച്ചു വെറുതെടുക്കുകയല്ല, നിലനിൽക്കുന്ന ദൈവത്താൽ പണിയപ്പെടുന്ന ആത്മാവിന്റെ സാന്നിധ്യം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ. എനിക്കിതൊന്നും വിശദീകരിച്ച് നിർത്താൻ കഴിയുന്നില്ല. ഒരിക്കൽ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 47-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം എഹെസ്കേലിന്റെ അടുക്കൽ വന്നു. കർത്താവ് അവനോട് എന്റെ ചിന്തയാണ് ചോദിച്ചു കാണാം, കുഞ്ഞ് നിന്റെ ആഗ്രഹം എന്താ? എവിടെ വരെ പോകണം? അത് നമ്മൾ ഈ ജോലിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പം നമ്മുടെ പ്രിയ ജോലിയുണ്ട് അക്കൗണ്ടന്റൊക്കെ ഞങ്ങളെ ഒത്തിരി ലുക്ക് ആഫ്റ്റർ ചെയ്തു ഈ പ്രിയ കുടുംബം ഈ ദിവസങ്ങളിലെ ഈ മണിക്കൂറുകളിലെ യാത്രകളിലൊക്കെ. നമുക്ക് ജൂനിയർ അക്കൗണ്ടന്റ്, സീനിയർ അക്കൗണ്ടന്റ്, പിന്നെ അത് കഴിഞ്ഞ് ACCA, അത് കഴിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇങ്ങനെ നമുക്കെല്ലാം സ്വപ്നങ്ങളുണ്ടല്ലേ. ഒരു കുടുംബജീവിതം, 2 കുഞ്ഞുങ്ങൾ, നാട്ടിലൊരു വീട്, ഇവിടെ ഒരു വീട്, വണ്ടി, അത് കഴിയുമ്പോൾ പിന്നെ ക്രൂസ്, ഇത് നമുക്കെല്ലാം ആഗ്രഹങ്ങളുണ്ട്. ചോദ്യം, ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ നീ വീഴാതിരിപ്പാൻ, തളരാതിരിപ്പാൻ, താളടിയായി പോകാതിരിപ്പാൻ നിന്റെ സ്വപ്നം എന്താ? ഏത് അളവ് വരെയാണ് നിങ്ങൾക്ക് പോകണ്ടേ? എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന് ഉമ്മരപ്പുരയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഴുവൻ കിഴക്കോട്ട്. ഇനി 2-ാം വാക്യം, അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടെ എന്നെ പുറത്തു കൊണ്ടുവന്നു. പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടെ പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി. വെള്ളം വലത്തുഭാഗത്തൂടെ ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. അപ്പൊ അവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി കാണും. മതിയോ ബ്രദറെ? അപ്പൊ ആ ബ്രദറിന്റെ മറുപടി, പോരാ, ഞാൻ മസ്കറ്റില്ല നിൽക്കുന്നത്,
കേരളത്തിലായിരുന്നെങ്കിൽ പപ്പായും മമ്മിയും കൂടെ കണ്ടേനെ. ഞാൻ ഉപവസിക്കാൻ മറന്നുപോയാൽ എന്നോട് പറയും, മോനെ ഇങ്ങനെ പോയാൽ കർത്താവ് ഇഷ്ടപ്പെടില്ല, നീ പിശാചിന്റെ കയ്യിൽ ഏർപ്പെടും. മസ്കറ്റിലായതുകൊണ്ട് 1000 കൂടെ വേണം. അപ്പൊ ദൂതം വന്ന് വീണ്ടും അളന്നു കൊടുത്തപ്പോൾ അടുത്ത തലം കയറിപ്പോയത് വെള്ളം അരയോളം. ഇതേ മോൻ പപ്പായ്ക്കും മമ്മിക്കും പൈസ കിട്ടിയപ്പോൾ യൂറോപ്പിലേക്ക് പോയി, കാനഡയിലേക്ക് പോയി, അമേരിക്കയിലേക്ക് പോയി. ദൂതൻ ചോദിക്കുന്ന ചോദ്യം, മതിയോ? പോരാ. മസ്കറ്റിലായിരുന്നെങ്കിൽ ഫാസ്റ്റ് പിടിച്ചേനെ, വിശ്വാസികൾ ചോദിച്ചേനെ, ആരാധന കടന്നു വന്നില്ലെങ്കിൽ ചോദ്യങ്ങൾ വന്നേനെ. യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലും ചെന്നപ്പോൾ ചോദിക്കാൻ ആരുമില്ലാത്ത ഇടത്ത് ഞാൻ ആത്മതലത്തിൽ നിലനിൽക്കണമെങ്കിൽ നരിയാണയോളം പോരാ, അരയോളം പോരാ, എനിക്ക് 1000 മുഴം കൂടെ നടന്നു വരണം. ചോദ്യം ആഗ്രഹം ആരുടേതാ? ആഗ്രഹം ഉണ്ടാകണ്ടേ? നാം പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ കണ്ടന്റായി പോവുകയാണ്. ഇന്ന് പകൽക്കാലം ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന സമൂഹത്തിനകത്തലങ്ങളിലേക്ക് ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റിക്കൊണ്ടുവരുന്ന, കുടുംബജീവിതത്തിനകത്തലങ്ങളിൽ സമൃദ്ധിയും സന്തോഷം കൊണ്ടുവരുന്ന, ആത്മതലത്തിൽ പിടിച്ചു കുലുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പകൽ ഈ ആലയത്തിനകത്തലങ്ങളിൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പകർന്നൊഴുകുവാൻ കൊതിക്കുന്നവർക്ക് വേണ്ടി, ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, നിലവിളിക്കുന്നവർക്ക് വേണ്ടി, ഏതു തലമാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്, ഏതു തലമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണെന്ന് തരാൻ ദൂതന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. എനിക്കിതിനെ ഈ ഹോളി കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വേണം നിർത്താൻ. എനിക്കിത് ഞാൻ പറഞ്ഞത് ഇത് മുഴുമിപ്പിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല. പക്ഷെ നിങ്ങൾ വെച്ചൊന്ന് പ്രാർത്ഥിച്ചോണേ. വീടരുത്. ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ അത് ചിന്തിക്കരുത് ഞാൻ എന്തോ തെരഞ്ഞ മനുഷ്യനാണ്. ഞാൻ കഴിഞ്ഞ പകൽ ആരോടോ പറഞ്ഞു, പല സമയത്തും ശുശ്രൂഷ ചർച്ച മിനിസ്ട്രിയിൽ പലപ്പോഴും ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, പ്രാർത്ഥന മുറിയിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോക്കട്ടെ എന്ന്. കാരണം ജനത്തിന്റെ എക്സ്പെക്ടേഷൻ അത്ര വലുതാണ്. ഞാൻ എന്റെ ചർച്ചിൽ പറയും, നമ്മുടെ UK അങ്ങനെ പ്രശ്നമില്ലെങ്കിലും വിശ്വാസികളുടെ എക്സ്പെക്ടേഷൻ പാസ്റ്റർക്ക് കൊണ്ടുകൊടുക്കുന്ന കാര്യങ്ങൾക്ക് അവരെ ചിന്തിക്കുന്നത് പോലെ ചെയ്തോളാം. ഇറ്റ് ഇസ് നോട്ട് ഈസി. ഈ സഭാ ജീവിതത്തിലാണെങ്കിലും ആത്മീയ സമൂഹത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്തോണമൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ കുറിച്ച് നാം ചിന്തിക്കാറ് പോലും ഇല്ല. എന്റെ ചോദ്യം, എഹെസ്കേലേ നിന്റെ ആഗ്രഹം എന്താ? മതിയോ നരിയാണിയോളം? മതിയോ അരയോളം? മതിയോ മുട്ടോളം? അതോ നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു മനുഷ്യനും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു മനുഷ്യനും ഒരു ലോകത്തിന്റെ ചിന്തയ്ക്കും ഒരു ദുഷ്ട അനധിപത്യത്തിനും നിന്നെ ഭരിക്കാൻ കഴിയാത്ത ജയാളി എന്നുള്ള പദം പ്രാപിപ്പാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തോട് പറയണം, അളന്ന് നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മപ്രവാഹത്തിലേക്ക് പരിശുദ്ധാത്മാവേ അങ്ങനെ ഒന്ന് കൊണ്ടുപോകണം. എനിക്കിതിനെ ഒന്ന് അവസാന ഭാഗത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ഞാൻ വ്യഗ്രതപ്പെടുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, കർത്താവിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഞാനും നിങ്ങൾ പരാജയപ്പെടരുത്, നമ്മൾ ആരും ഫെയിൽ ആകരുത്. 20 വർഷം ശുശ്രൂഷിച്ചു, പക്ഷെ 21ാം വർഷം കർത്താവിനെ ത്യജിച്ചു പറഞ്ഞു. പരാജയപ്പെട്ടില്ലേ? കർത്താവിന്റെ കൂടെ 3.5 വർഷക്കാലം നടന്നു, 30 വെള്ളിക്കഷ്ണം കർത്താവിനെ ഒറ്റിക്കൊടുത്തു. പരാജയപ്പെട്ടില്ലേ? ലോകത്തെ സ്നേഹിച്ചു പോയ ദേവാസും ഉപനയോസും ഒക്കെ കർത്താവിന് വേണ്ടി അതിലെ പ്രയോജനപ്പെട്ടവരാ, പക്ഷേ നിലനിൽക്കാൻ കഴിഞ്ഞില്ല. പരാജയപ്പെട്ടില്ലേ? കർത്താവിന്റെ ആഗ്രഹം എന്താ? ഞാനും നിങ്ങളും പരാജയപ്പെടരുത്. ഇവിടെ അടുത്തൊരു വേദി കിട്ടിയില്ലെങ്കിലും, ഇവിടെ പാടാൻ അവസരം കിട്ടിയില്ലെങ്കിലും, ഇവിടെ പൊതുവിൽ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും, ഈ ലോകത്തൊരു മാന്യതയും കിട്ടിയില്ലെങ്കിലും ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഞാൻ പരാജയപ്പെടരുത്. ഇത് സത്യത്തിൽ 3 സ്ഥലങ്ങൾ വ്യക്തമായി കാണാം. ഒന്ന് ഗെത്സമനെയാണ്, അത് ഏകാന്തതയുടെ ഇടമാണ്. ഏകാന്തതയുടെ ഇടത്തിൽ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ ആ വേളയിൽ ആ ഹൃദയത്തിന്റെ വേദന താങ്ങുവാൻ കഴിയാതെ ശിഷ്യന്മാരോട് യേശുകർത്താവ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി അല്പസമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. അവർ ഉണങ്ങി വീണുപോയി. സ്വത്രം, ഹല്ലേലൂയ. ചോരത്തുള്ളികൾ പോലെ വേർപ്പുതുള്ളികൾ വീടുന്ന പശ്ചാത്തലങ്ങൾ തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാൻ കഴിയും. എന്താ ശ്രദ്ധിക്കണമേ നിങ്ങൾ പ്രിയമുള്ളവരെ, ജനസഭയിൽ നാം കാണുന്നത് the full submission to Father's will, സമർപ്പണമാണ്.
ഗബതയിലേക്ക് വന്നാൽ ഒരു വലിയ സമൂഹത്തിന് മുമ്പിൽ താൻ വിസ്തരിക്കപ്പെടുകയാണ്, പരാജയപ്പെടുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? നാം തിരുവനന്തപുരം പരിശോധന അറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 4-1 വാക്യം, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. Jesus was full of spirit. When you are full of spirit, ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും നിങ്ങൾ തകർക്കാൻ കഴിയത്തില്ല. ജനസഭയിൽ ഒറ്റപ്പെടലുണ്ടായിരുന്നിട്ടും, കൂട്ടു സഹോദരങ്ങൾ പ്രാർത്ഥിക്കാനില്ലാതിരുന്നിട്ടും, ജനസഭയുടെ ഏകാന്തതയിൽ യേശു പരാജയപ്പെടാതിരുന്നത് he was full of spirit. ഗബതയിൽ 6-ലധികം മത രാജ്യ കോടതികൾ തന്നെ മാറി മാറി വിസ്തരിച്ചിട്ടും യേശു പരാജയപ്പെടാതിരുന്നതിന്റെ ഒരേ ഒരു കാരണം he was full of spirit. ഗോൽഗോത്തായുടെ മലമുകളിൽ പച്ചപ്പൈൻ മരക്കുരിശിൽ 3 ആണികളാൽ ക്രൂശിക്കപ്പെട്ടവരായ 2 കള്ളന്മാരുടെ നടുവിൽ എന്റെ കർത്താവ് മുൾക്കിരീടം വെച്ച് സ്തോത്രം ധൂമ്ര വസ്ത്രം ധരിച്ച് ഒരു ഫാഷൻ ഷോ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ഫാൻസി ഡ്രസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സമൂഹത്തിന് മുമ്പിൽ അപഹസിച്ച് കിടക്കുന്ന അവസ്ഥയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തുപ്പലേറ്റ് സ്തോത്രം വിലാപ്പുറത്തെ മറന്നിറക്കി ഹല്ലേലൂയ ഹല്ലേലൂയ അടുത്തു പോകുന്നവർ തലകുലുക്കി ചിരിച്ച് എനിക്ക് ദാഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ പുളിച്ച വീഞ്ഞെടുത്ത് കുടിക്കുവാൻ കൊടുത്ത് യേശു കർത്താവിനെ അപഹസിച്ച് നിൽക്കുന്ന സമൂഹത്തിന് മുൻപിലും മറുത്തൊരു വാക്ക് പറയാതെ പിതാവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. പ്രിയരെ, എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്റെ ആത്മീക മനുഷ്യനെ വല്ലാതെ പിടിച്ചു കുലിക്കൊരു പ്രാർത്ഥനയാണ്. അതിങ്ങനെയാ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇല്ല. എനിക്ക് ദോഷം ചെയ്യുന്നവനെ പിതാ കർത്താവേ നീ നശിപ്പിക്കണമേ എന്ന നമ്മുടെ പ്രാർത്ഥന. That is not full of spirit. Full of spiritന്റെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? പിതാവേ. കർത്താവിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതസമനയിൽ നിങ്ങൾ തളരരുത്, നിങ്ങൾ പരാജയപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗബതയിൽ ലോകം മുഴുവൻ നിങ്ങളെ വിധിക്കുമ്പോൾ നിങ്ങൾ തകരരുത്, നിങ്ങൾ പരാജയപ്പെടരുത്, നിങ്ങൾ ജയിക്കണം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഗോൽഗോത്തായിൽ സമൂഹത്തിന് മുൻപാകെ നിങ്ങൾ ക്രൂശിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ ആഗ്രഹം നിങ്ങൾ തളരരുത്, നിങ്ങൾ വീഴരുത്, നിങ്ങളുടെ പരാജയപ്പെടരുത്. ഒരു പാട്ടുണ്ട്, പഴയ പാട്ട്. കാട്ടു ചെന്നായി കൂട്ടമായി ഒരു ആടിനെ പിടിച്ചപ്പോൾ, കൂട്ടമായി ദുഷ്ടരടിച്ചപ്പോൾ ചൊരിഞ്ഞ രക്തം അവിടെ യേശു തിരിച്ചൊരു വാക്ക് പറയാതെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തു. അർത്ഥം, അവൻ അവിടെ പരാജയപ്പെട്ടില്ല. മുള്ളുകൊണ്ടുള്ളോർ മുടിയാൽ മന്നവൻ തിരുത്തലയ്ക്കുള്ളിൽ പുറത്തുമായി പാഞ്ഞ തിരുരക്തം. ചോദ്യം, യേശുവേ നീ പരാജയപ്പെട്ടു? ഇല്ല, ഞാൻ പരാജയപ്പെട്ടില്ല. because I was full of spirit. നീണ്ട ഇരുമ്പാണികളാൽ ദുഷ്ടര കൈക്കാലുകളെ അടിച്ച് തോണ്ടിയ നേരം ചൊരിഞ്ഞ രക്തം. വഞ്ചക സാത്താനെ ബന്ധിച്ച് അന്ധകാരം നീക്കുവാൻ 5 കായങ്ങൾ വഴി. എന്റെ ചോദ്യം, ഞാൻ നിർത്തുകയാണ്. എന്റെ ചോദ്യം, ജയിക്കാൻ തയ്യാറാണോ? പരാജയങ്ങൾ മാറണമെങ്കിൽ you need to have full of spirit. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ വിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്ന ആഗ്രഹം, ആലോചന, CFA-യിലുള്ള ദൈവമക്കൾ ഒത്തിരി ദൈവദാസന്മാരെ പുൽപ്പിച്ചിൽ കണ്ടിട്ടുണ്ട്. മഹാനായ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൽ ഉപയോഗിക്കപ്പെട്ട കർത്തദാസന്മാർ തുടങ്ങിയ ഈ ദൈവസഭ കർത്താവിന്റെ നാളോളം നിലനിൽക്കണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് you need to run full of spirit. ഒറ്റപ്പെടും. ഗതസമന ഉണ്ടാകും, ഉറ്റവരെടുത്തു വരാത്ത അവസ്ഥ ഉണ്ടാകും. പക്ഷേ നീ പരാജയപ്പെടരുത്. ഗമനവരും ലോകം മുഴുവൻ നിന്നെ വിധിക്കും, പക്ഷെ നീ പരാജയപ്പെടരുത്. കൊലപാതകം സംഭവിക്കും, പക്ഷെ നീ പരാജയപ്പെടരുത്. ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രിയരെ, എന്റെ പിന്മാറ്റക്കാരനെ പറഞ്ഞില്ല. മരിക്കുന്നവരെ എന്റെ പിതാവ് ഒരു പിന്മാറ്റക്കാരനായിരുന്നു. ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ട്, പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഒത്തിരി ജീവിതത്തിന്റെ യഥാർത്ഥമായ സാഹചര്യങ്ങളിൽ ദൈവസന്നിടും കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. കർത്താവ് തേടി വന്ന ഈ ഗതസമനയും ഗബതയും ഗോൽഗോത്തയും ഒക്കെ ആവർത്തിച്ച് ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ജയിച്ചതും ഇന്നും ജയിച്ചുകൊണ്ടിരിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടച്ച് ഒരു തീരുമാനം നിങ്ങൾ ഉണ്ടാകണം. ഇതൊരു പ്രഖ്യാപനമായി മാറണം. ജീവിതം അവസാനം വരെ കർത്താവ് ആയുസ്സ് തരുന്നിടത്തോളം കർത്താവ് ഈ ക്രൂശമായി അങ്ങേക്കും വേണ്ടി പരിശുദ്ധാത്മാവ് ഉള്ളിൽ പകരപ്പെടുന്ന വ്യക്തികളെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ വ്യാപരിക്കണം. ക്രൂശുമേന്തി പോയിടും ഞാൻ യേശുവേ,
പോയിടും ഞാൻ താൻ വിളിച്ചാൽ പോയിടും ഞാൻ യേശുവിനായി ഞാൻ ഏതു നാട്ടിലും യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിൻ ആയിൽ അന്ത്യത്തോളവും യേശുവിൻ ആയി ഞാൻ യേശുവിൻ വേല ചെയ്യും യേശുവിൻ. ഒരു നിമിഷം കണ്ണുകൾ ദൈവത്തിൽ അടച്ച് പ്രാർത്ഥനയ്ക്കായി കർത്താവേ ഈ ജനത്തെ അനുഗ്രഹിക്കും. ഇവരെല്ലാവരും വിശ്വാസത്യാഗം സംഭവിക്കുന്നു. ഇവരാരും ഇവരുടെ ആത്മീയ ജീവിതത്തിൽ തളരരുത്. ഒറ്റപ്പെടലുകൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, കഷ്ടതകൾ ഇന്ന് പകൽ ആഴമായി ദൈവാത്മാവരോട് ഇടപെട്ടല്ലോ. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി അവരുടെ ഉൾത്തടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ പരിശുദ്ധമായി ഒരുക്കണമേ. ഹൃദയം തുറന്ന് ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇതൊരു വിത്തായി വളരട്ടെ. ഇതിന്റെ പ്രവർത്തികൾ വരും ദിവസങ്ങൾ ആലയത്തിനകത്തളങ്ങളിൽ, കുടുംബങ്ങൾക്കകത്തളങ്ങളിൽ പരിശുദ്ധ ഒരുക്കിയെടുക്കണമേ. ജനത്തെ ആദരിക്കും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. സമയമൊരുക്ക ദൈവദാസൻ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് അനുവദിച്ചാൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമുക്ക് കാണാം. കർത്താവിന്റെ വരവിൽ കാണപ്പെടുവാൻ വിശുദ്ധിയോടെ ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കും. ഈ സമയം ഒരു പ്രത്യാശ ഗീതം പാടുമ്പോൾ ആമേൻ ഹല്ലേലൂയ വിശുദ്ധ ചുംബനം നൽകുവാനുള്ള സമയം. അടുത്തുള്ള സഹോദരന്മാർക്ക് മാത്രം ഹല്ലേലൂയ നിങ്ങൾക്ക് നൽകാം. പാട്ട് പാടാം. സ്തോത്രം. Manuel
നല്ലവനും വിശ്വസ്തനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ നല്ല ദിനത്തിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് അടുത്ത് വരുവാൻ തേജോമയനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന കർത്താവേ,
ഇന്ന് ഈ വൈകിയ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് പാടുവാൻ പ്രാർത്ഥിപ്പാൻ അവിടുന്ന് കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നല്ല സങ്കീർത്തനങ്ങളെ ദൈവം നൽകിയതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നല്ല സാക്ഷ്യങ്ങളെ ദൈവാത്മാവ് ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. അവസാനമായി അങ്ങയുടെ ദാസനിലൂടെ കേട്ട നല്ല ആലോചനകൾക്കായി സ്തോത്രം കർത്താവേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലം കായ്പാൻ ദൈവാത്മാവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എന്റെ അരികിലേക്ക് വരട്ടെ, എന്നിൽ നിന്ന് കുടിക്കട്ടെ, ജീവജലത്തിന്റെ നദികൾ പൊട്ടി പുറപ്പെടുമെന്ന് അങ്ങയുടെ വചനം പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നദി ഞങ്ങളിൽ നിന്ന് പൊട്ടി പുറപ്പെടുവാൻ ആത്മാവോട് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ ദാസനെ ക്രൂശിന്റെ മറവിൽ അവിടുന്ന് മറച്ച വലിയ കൃപകൾക്കായി സ്തോത്രം. അധികം ശക്തിയോടെ അഭിഷേകത്തോടെ നിറഞ്ഞ ദൈവ സാന്നിധ്യത്തോടെ ആയിരങ്ങൾക്ക് വീണ്ടും പ്രയോജനപ്പെടുത്തുവാൻ ആത്മാവിടുന്ന് സഹായിക്കണമേ. ഇന്ന് രാത്രി തൻ മടങ്ങി തിരികെ കടന്നു പോവുകയാണ്. തിരുസ്ഥാനിത്യം കൂടിയിരിക്കണമേ. തൻ യാത്ര ചെയ്യുന്ന എല്ലാ വാഹനങ്ങളിലും ദൈവിക സംരക്ഷണവും ദൂതന്മാരുടെ കാവലും ഉണ്ടാകുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവസാനമായി അങ്ങയുടെ ദാസനിലൂടെ തിരുമേശ സൂക്ഷിപ്പാൻ ദൈവാത്മാവിടുന്ന് സഹായിച്ചല്ലോ കർത്താവേ. ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ ദൈവാത്മാവിടുന്ന് ഒരുക്കിയ വലിയ കൃപകൾക്കായി സ്തോത്രം. നിത്യതയോളം ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന ദൈവിക കൃപകൾക്കായി, ദൈവിക നിയോഗങ്ങൾക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അതിനായി അവിടുത്തെ ദാസനെ അവിടുന്ന് ഉപയോഗിച്ചല്ലോ, അഭിഷേകം ചെയ്തല്ലോ കർത്താവേ. അധികം ദൈവകൃപയോടെ ആത്മനിയോഗത്തോടെ ഈ കാലഘട്ടങ്ങളിൽ ദൈവാത്മാവ് ഈ രാജ്യത്ത് അവിടുന്ന് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ ജനത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും അവിടുന്ന് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും ബഹുമാനവും പുകഴ്ച ഞങ്ങൾ അംഗീകരിക്കുന്നു ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. അവിടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യാം. ഈ രാത്രികാലം ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം ആടിയാറെ യഹോവയെ, മനസ്സായി ഉടയ മഹോന്നത പായരേ, വന്ദനം നിനക്കാമേ. ഓ മനസ്സായി ഉടയ മഹോന്നത പായരേ, വന്ദനം നിനക്കാമേ. ഈ രാത്രി നമുക്ക് ആസ്വാദനത്തോടെ കപിലമായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ നിരന്തരം നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ വിട്ടുപിരിയാത്ത സംസർഗം ഉണ്ടായി നാം ഇവരോടും വാത്സല്യ ദൈവസഭയോടും കഥാദാസനോടും കുടുംബങ്ങളോടും ഇവിടെയുള്ള ദൈവമക്കളോടും കൂടെ ഇപ്പോഴും എപ്പോഴും കഥാവിന്റെ മേഘത്തോടിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവം ഞാനൊരു മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, God bless you. Thank you. ദൈവദാസന്മാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. കർത്തൃമേശയിൽ സഹായിച്ച സഹോദരന്മാർ വേഗത്തിൽ സ്റ്റേജിൽ കടന്നു വന്ന് കർത്താവിന്റെ മേശയിൽ അപ്പം ഉയർന്നു. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ദൈവനാമത്തിൽ ഓർമ്മിക്കുന്നു. Praise God.